1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കർത്താവിൻ്റെ നാമത്തിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം തുറന്നാട്ടെ. നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനകളുടെ 19-ാം ദിവസം പകൽ പരിശുദ്ധ അമ്മാവ് നമ്മെ ഒന്നിച്ചു കൂട്ടിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ രാജപ്പോ കലാവറകൾ, തൻ്റെ കുടുംബം, തൻ്റെ കൂടെ കർത്തൃവേലയിൽ അത്യധ്വാനം ചെയ്യുന്ന ദൈവദാസന്മാർ, ദൈവമക്കളാഗതരായ കർത്തൃദാസന്മാർ എല്ലാവർക്കും നന്ദി അറിയിച്ചതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പക്കൽ തന്ന ദൈവത്തിൻ്റെ വചനം 12-ാം അധ്യായം 1-ാം വാക്യം ആദ്യമായി ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി 8, 9, 10 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാട്ടെ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അടുത്തത്, വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. 11-ാം വാക്യം കൂടി വായിച്ചു നിർത്തിക്കോ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവൻ അതുതരം വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എല്ലാവരും ചേർന്ന് പറ, ഒരേ ആത്മാവ്. പോരാ, കര ഉയർത്തി ഒന്ന് പറയാമോ? അതേ ആത്മാവ് ഇന്ന് പകൽ ഇവിടെ ചലിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവർ ആയിരിക്കരുത്. ഇത് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 19-ാം ദിവസം പകലാണ്. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക എന്നൊരു പ്രത്യേക നിയോഗം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ആ വചനവുമായി ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ വരങ്ങളുടെ വിശദീകരണം ശക്തമായി നൽകുകയാണ്. എല്ലാറ്റിനെയും കുറിച്ച് അറിവുള്ളത് നല്ലതാണ്, എന്നാൽ അറിയേണ്ടതിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവർ ആയിരിക്കണം. 8, 9, 10 വാക്യങ്ങളിൽ 9 വരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ട് 11-ാം വാക്യത്തിൽ ഇതെല്ലാം പകുത്തു കൊടുക്കുന്നത് അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം വാക്യം അവസാനിക്കുന്നത്. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഒരു കാലത്ത് കൃപാവരം ശക്തമായി ജ്വലിച്ച ചില മേഖലകൾ പിന്നീട് വന്നപ്പോൾ അത് എവിടെയോ മങ്ങിപ്പോയി. 1. 2, അസാധാരണമായി വരങ്ങളെ ശക്തിയോടെ ജ്വലിപ്പിക്കാൻ നിയോഗമുള്ള ചിലർ ഈ ഫാസ്റ്റിങ്ങിൽ വന്നു ചേരും. ഈ 2നെയും ഒരുപോലെ തൊടാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. കൃപാവരങ്ങൾ എന്താണ് എന്ന് ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കേണ്ട ആവശ്യം ഇതിൻ്റെ അകത്തില്ല. കാരണം വളരെ നന്നായി ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് ഞാനും നിങ്ങളും. ഞാൻ കുമരകം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എബനേസർ സഭയിലെ അംഗമാണ്. അവിടാണ് ഞാൻ ജനിച്ചത്, അവിടാണ് വളർന്നത്, അവരാണ് എന്നെ വളർത്തിയത്. ഞങ്ങളുടെ സഭ എൻ്റെ ബാല്യകാലങ്ങളിൽ അസാധാരണമായി കൃപാവരങ്ങൾ ശക്തിയോടെ ഉപയോഗിച്ച ഒരു ദൈവസഭയാണ്. ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇവിടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി 5 വർഷം കാത്തിരുന്ന് ഉപവസിച്ച കാലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഞാനൊന്ന് ഓടിയെത്തി. കാര്യം ഇത് പ്രസംഗകൻ്റെയോ ശുശ്രൂഷകൻ്റെയോ നിർബന്ധമല്ല, പ്രാപിക്കാനുള്ളവൻ്റെ ആവേശമാണ്. ആവേശം നഷ്ടപ്പെട്ടവനെ കൊണ്ട് അന്നും ഇന്നും എന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. വാഹനത്തിലെ പെട്രോൾ തീരുമ്പോൾ ഒരു ബൈക്ക് ഇറങ്ങി നിന്ന് തള്ളി പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ് ആവേശം തീർന്നവനെയും കൊണ്ട് പോകുക എന്നുള്ളത്. ദാഹമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. ദാഹമുള്ളിടത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെയാ അന്നും ഇന്നും പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുന്നത്. ഇത് അടിച്ചേൽപ്പിക്കുന്നതല്ല, ഇത് ദാഹമുള്ളവൻ്റെ നടുവിൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ പെയ്തിറങ്ങുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്.
പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുമരകം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അസാധാരണമായി കൃപാവരങ്ങളാൽ ഉപയോഗിക്കപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു. എൻ്റെ ബാല്യപ്രായമൊക്കെ അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥന ജീവിത ശൈലിയാക്കി മാറ്റിയവരും ചങ്ങലയിൽ കെട്ടിയിട്ട ഭൂതങ്ങളെ ഭ്രാന്തന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അഴിച്ചെടുക്കുന്നത് കൺമുമ്പിൽ കണ്ടു വളർന്ന കുറേ ജന്മങ്ങളായിരുന്നു ഞങ്ങൾ. കൊച്ചുനാളിൽ തന്നെ കൃപാവരപ്രാപ്തരായ ശക്തന്മാരായ ദൈവദാസന്മാർ ചർച്ചിൻ്റെ അകത്ത് വരികയും അന്നൊക്കെ കാത്തിരിപ്പ് യോഗങ്ങളെന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അഭിഷേകം പ്രാപിക്കാനുള്ളവരെ ഒരുമിച്ച് ഇരുത്തി പ്രാപിച്ചവർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ തലമേൽ കൈവെക്കുമ്പോൾ ദൈവശക്തി പകരപ്പെടുന്നൊരു സമയം. ഞാൻ 5 വർഷം എൻ്റെ ബാല്യപ്രായത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നത്. കോട്ടയത്ത് മങ്ങനം ജോസഫ് എന്ന് പറയുന്ന കർത്തൃദാസനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. അദ്ദേഹം കൈവച്ച് ഒരുമാതിരിപ്പെട്ടവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഭയിൽ, ഞാൻ ഒഴികെ. സ്തോത്രം. അപ്പം ഞാൻ മുമ്പിൽ വന്നിരുന്ന് മുട്ടുമടക്കി ആരാധിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ആരാധന കണ്ടിട്ട് കൈവെക്കാതെ പോയിട്ടുണ്ട്. കാര്യം ഞാൻ പ്രാപിച്ചതാണെന്നുള്ള ചിന്തയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആരാധന കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ പ്രാപിച്ചതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രാപിക്കാനുള്ള ആവേശത്തിലെ കയ്യടിയാ. പ്രാപിച്ച പലരുടെയും കയ്യടി കണ്ടാൽ നമുക്ക് തോന്നും ആയുസ്സിൽ ഒരിക്കൽ പോലും പ്രാപിച്ച് കാണത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പ്രാപിച്ചു എന്ന് പറയാൻ അല്ല നീ പ്രാപിച്ചത്. പ്രാപിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പരമപ്രധാനമായ പദ്ധതിയുണ്ടെന്ന് ദൈവസഭ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് വളരെ ചിരിച്ചുകൊണ്ട് മങ്ങനം ജോസഫ് അപ്പച്ചൻ അവസാനമായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിൻ്റെ അപ്പൻ തീക്കട്ട പോലിരുന്ന് ആരാധിക്കുമ്പോൾ നീ എന്നാടാ ഇങ്ങനെ കരിക്കട്ട പോലായി പോയത് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു സംഭവം. എല്ലാവരും ചിരിച്ച്, പക്ഷേ എൻ്റെ അകത്തോടെ വാള് കിടക്കുന്ന പോലായിരുന്നു. കാര്യം 5 വർഷമായി ഞാനും ഇങ്ങനെ കൊത്തിയിരുന്ന് ഉപവസിക്കുക പ്രാർത്ഥിക്കുക, പ്രാപിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പ്രാപിച്ച കാര്യം കൂടി ഇവിടെ പറയാം. പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു ആവേശമാകുന്നു എങ്കിൽ ആകട്ടെ എന്നോർത്ത് മാത്രം. ഞാൻ PM ഫിലിപ്പ് സാറിൻ്റെ ബൈബിൾ സ്കൂളിൽ 93 ഞാൻ പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് 17 വയസ്സ്. ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അവിടെയാണെങ്കിൽ അഭിഷേകം പ്രാപിക്കാത്തവരെയോട്ട് ബൈബിൾ സ്കൂളിൽ എടുക്കത്തുമില്ല. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അഭിഷേകം പ്രാപിച്ചോ എടുക്കും, പ്രാപിച്ചില്ലേ അവരെ ആ ഏറിയായിൽ അടിപ്പിക്കുകയല്ല. പക്ഷേ ഞാനിവിടെ ചെന്ന് അപ്പച്ചൻ ഇങ്ങനെ മേലും കീഴും ഒന്ന് നോക്കി. അതായിരുന്നു അപ്പച്ചൻ്റെ ഇൻ്റർവ്യൂ. പേര് ചോദിച്ചിട്ടില്ല, നാളെ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അവൻ രജിസ്റ്ററോട് പറഞ്ഞു അവനെ എടുത്തൊരു സാരമില്ല, അവൻ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യത്തെ സെമസ്റ്റർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെയാണ് പഠിക്കുന്നത്. 32 പേർ പഠിച്ചെടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ളവനായി. അവസാനം PVPയുടെ ഒരു ഓണവാര ക്യാമ്പ് വടവാതൂർ നടക്കുമ്പോൾ ഞാനും ആ ഓണവാര ക്യാമ്പിന് 3 ദിവസമുണ്ട്. അതിൻ്റെ അകത്തുള്ള സ്പെഷ്യാലിറ്റി കാത്തിരിപ്പ് യോഗം 2-3 പ്രാവശ്യമുണ്ട് ഒരു ദിവസം തന്നെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, ഞാൻ പ്രാപിച്ചില്ല. 3-ാം ദിവസം ഉച്ചയാകുമ്പോൾ മീറ്റിംഗ് സമാപിക്കുകയാണ്. ഞാനാണ് ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പ്രാപിക്കണം, ആവേശമുണ്ട്, പ്രാപിക്കണം, പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ തൊടണമേ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഭക്ഷണവും മാറ്റിവെച്ച ദൈവസന്നിധി ഇരിക്കുന്നത്, എന്നെ ഒന്ന് തൊടണമേ. അവസാനത്തെ ഒറ്റ ആഗ്രഹം, ഉച്ചയ്ക്ക് മുമ്പ് ഒരു ദൈവദാസൻ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു അനോയിൻറ്റഡ് ആയ ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ രംഗമെന്നുള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവദാസന്മാർ അവിടെ അനൗൺസ് ചെയ്തു, വരുന്ന കർത്തൃദാസൻ്റെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട്, ഒരു അപകടം നേരിട്ടതുകൊണ്ട് വരാൻ സാധ്യത കുറവാണ്. ഒരു പക്ഷേ വന്നാലും അവസാനം 5-8 മിനിറ്റ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കാണുമല്ലാതെ സംസാരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത്, മറ്റൊരാൾ ശുശ്രൂഷിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് ഏറ്റവും പുറകിലേക്ക് നിരാശനായി പോയിരിക്കുക. അപ്പോൾ എൻ്റെ പേരൻസ് പുറകിലുണ്ട്. അവരെന്നോട് ചോദിച്ച് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ആ വരുന്ന ദൈവദാസൻ എത്തത്തില്ല എന്നുള്ള കോള് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ദൈവം എപ്പോൾ എങ്ങനെ നിറയ്ക്കുകയാണ് നിറയ്ക്കട്ടെ, ദൈവത്തിൻ്റെ പാർട്ടാണ് ഞാൻ വിട്ടിരിക്കുന്നു, എൻ്റെ മനസ്സ് മടുത്തു. ഉടനെ എൻ്റെ പേരൻസ് പറഞ്ഞു, അവസാനം 10 മിനിറ്റ് ആ ദൈവദാസൻ വരുമെന്നല്ലേ അനൗൺസ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട്. ഉടനെ എൻ്റെ പേരൻസ് പറഞ്ഞു, ദൈവത്തിന് നിറയ്ക്കാൻ 10 മിനിറ്റ് വേണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം കളഞ്ഞത്? 3-4-5 വർഷം കളഞ്ഞില്ലേ, നിറയ്ക്കരുതായിരുന്നു. ആർഗ്യുമെൻറ്റ്സായി. പറഞ്ഞു, നീ പോ, ഫ്രണ്ടിൽ പോ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയി ഇരുന്നു. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലേക്ക് പോയി നിരാശനായി ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷകൻ വന്ന് ശുശ്രൂഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ദൈവദാസൻ എത്തി. 10 മിനിറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം 10 മിനിറ്റ്
ദൈവവചനം പറഞ്ഞില്ല. ആഫ്രിക്കയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയൊരു മിഷണറിയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി. എന്താണെന്നറിയില്ല ദൈവമക്കളെ, ആ എക്സ്പീരിയൻസ് പാസ്റ്റർ തോമസ് വയറിങ്ങിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലിരിക്കുന്ന ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്നിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്കെന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ. വളരെ പെട്ടെന്ന് അനുഭവം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് ആ ദൈവദാസൻ അനൗൺസ് ചെയ്തു, അപ്പനെയും അമ്മയും നാടും വീടുമൊക്കെ വിട്ട് കർത്താവ് പറഞ്ഞ സ്ഥലത്ത് കർത്തൃവേലയോട് ബന്ധപ്പെട്ട് പോകാൻ തീരുമാനിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ ഒന്ന് അനൗൺസ് ചെയ്തു. ഇത്രയുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൈ പൊക്കി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു. ഞാൻ പുറകിൽ ഇരുന്നാണ് കൈ ഉയർത്തി എഴുന്നേറ്റതെങ്കിൽ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു നീല ടർപ്പാള വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഞാൻ എഴുന്നേൽക്കുന്നതായിട്ട് കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആ ഹോളിൻ്റെ അകത്ത് ആരുമില്ല, എൻ്റെ പേരൻസ് ഒഴികെ വേറെ ആരുമില്ല. എനിക്കും ഒരു സംശയം, ഏറ്റവും പുറകിലിരുന്ന ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ വന്നു എനിക്കറിയത്തില്ല. ഞാൻ ഇവരോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ നാവിൽ നിന്ന് വരുന്നത് അന്യഭാഷ മാത്രം. അന്ന് അവൻ എന്നെ തൊട്ട കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ പകൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിച്ചു, എന്താ സംഭവിച്ചേ? അവർ പറഞ്ഞു, നീ കൈ ഉയർത്തി എഴുന്നേൽക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നീ നിറഞ്ഞു. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു. അവർ പറഞ്ഞു, അന്യഭാഷകൾ പറഞ്ഞുകൊണ്ടാണ് നീ മൂവ് ചെയ്തത്. ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ വന്നത്? അവർ പറഞ്ഞു, ഒരു പന്ത് വലിച്ചെറിയുന്ന പോലെ പരിശുദ്ധാത്മാവ് നിന്നെ എറിയുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളോട് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനെ ചെറുതായി കണ്ടാൽ നീ ചെറുതായി പോകും. നീ പരിശുദ്ധാത്മാവിനെ വലിയതായി കണ്ടാൽ നിന്നെ ചെറുതാക്കാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിവുള്ള ദൈവമക്കൾ, കമാൽ, പരിശുദ്ധാത്മാവിനെ വലിയതായി കാണുന്നവർ മാത്രം ഇന്ന് രാവിലെ അന്യഭാഷകളിൽ അല്പസമയം സ്തോത്രം ചെയ്യും. നിന്റെ പിടിക്കൊത്ത് ഒതുങ്ങുന്നവനല്ല പരിശുദ്ധാത്മാവ്. നീ കണ്ണുമിടിക്കുമ്പോഴേ ഭയപ്പെട്ടിരിക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. ഇത് കല്ലറയെ ഭേദിച്ചവന്റെ ആത്മാവാണ്. ഇത് ചെങ്കടൽ മുറിച്ചവന്റെ ആത്മാവാണ്. ഇത് എരിഹോ ഇടിച്ചവന്റെ ആത്മാവാണ്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ അഭിഷേകം പ്രാപിച്ച ചിലർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓളത്തിനൊത്ത് പ്രാപിച്ചവരല്ല ഇതിൻ്റെ അകത്ത് ചിലർ ഇരിക്കുന്നത്. വ്യത്യസ്തമായി ദൈവം തൊട്ടവർ ഇരിപ്പുണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി നിങ്ങളെ ബിൽഡ് ചെയ്യരുത്. യു ആർ എ ഡിഫറന്റ് പേഴ്സൺ. നീ വ്യത്യസ്തനാകയാ. ഇടം വലം മറന്നുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തോട് പറ, ഹോളി സ്പിരിറ്റ്, എന്നെ തൊട്ടത് ഞാൻ തിരിച്ചറിയുകയാ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആദ്യത്തെ സമയങ്ങളിൽ ദൈവശക്തി തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ് ഇതിൻ്റെ അകത്തുള്ളേ. ആത്മപകർച്ച ആദ്യം അറിഞ്ഞ സമയം, അന്യഭാഷ ആദ്യം നാവിൽ വന്നത് ഓർമ്മയുള്ള ദൈവമക്കൾ. ആ ദിവസം ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ആ വലം കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ ദിവസം കൈ ഉയർത്തിപ്പിടിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ ഹോളിൽ വെച്ചായിരിക്കില്ല, ഒരു കൊച്ചു മുറിക്കകത്ത് വെച്ച്, ഇല്ലേ സ്വദേശത്ത് വെച്ച്, വിദേശത്ത് വെച്ച്, എവിടെയോ വെച്ച്, ഒരു വീട്ടു പ്രാർത്ഥനയിൽ വെച്ച് ഒരു ദൈവദാസൻ വന്ന് തൊട്ടപ്പോ പന്ത് തെറിക്കുന്ന പോലെ, ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് തൊട്ടത് ഓർമ്മയുള്ള ദൈവമക്കൾ മാത്രം. അവരുടെ കരം പരിശുദ്ധാത്മാവിന് കാണണം. പരിശുദ്ധാത്മാവിന് അവരെ കാണണം. അന്ന് തൊട്ടവൻ ഇന്ന് നിന്നെ കാണുമ്പോൾ അതേ പവർ ഇന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് പരിശുദ്ധാത്മാവ് തൊട്ട സമയത്ത് നമ്മൾ കൈയടിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ കൈ പൊട്ടിയാലും കൈയടി നിർത്തുകയില്ല. ശരിയല്ലേ? കൈയടി വരയെല്ലാം അങ്ങ് കീറും, എന്നാലും കൈയടി നിർത്തുകയല്ല. കാര്യം ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് പ്രഷർ തിങ്ങുന്നത് പോലെ പവർ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രസ്റ്റീജ് നോക്കുകയല്ല, സ്റ്റാറ്റസ് നോക്കുകയല്ല, ഡീസൻസി നോക്കുകയല്ല, പൊസിഷൻ നോക്കുകയല്ല. എന്തിനേറെ നാം നമ്മെപ്പോലും നോക്കാത്തൊരു കാലമായിരുന്നത്. കാര്യം ഒരു ലജ്ജം കൂടാതെ പരിശുദ്ധാത്മാവെന്ന കാറ്റിൻ്റെ മുമ്പിൽ കടപുഴകി വീണയൊരു കാലമായിരുന്നു. ആ തിരിച്ചറിവ് എത്ര ദൈവമൊക്കെ കൊണ്ട്.
ആത്മപകർച്ച വെളിപ്പെട്ടപ്പോ പലരും ആരാധന നിർത്തിയാലും നീ ആരാധന നിർത്തുകയല്ല. ഇടം വലമുള്ളവര് നിന്നെ നോക്കിയാലും നിനക്ക് ലജ്ജയില്ല. കാര്യമെന്താ? പരിശുദ്ധാത്മാവ് അസാധാരണമായി നിന്റെ മേൽ ചലിച്ച കാലത്ത് നിനക്ക് വലുത് പരിശുദ്ധാത്മാവായിരുന്നു. നിനക്ക് വലുത് വേറെ ആരുമല്ല. നിന്റെ ഇടം വലം ഇരുന്നവർ നിനക്ക് വലുതല്ലായിരുന്നു. നിനക്ക് വലുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമായിരുന്നു. ഇന്ന് രാവിലെ എത്ര പേർ ദൈവത്തോട് പറയും, ലോർഡ്, അങ്ങനത്തെ ഒരു കാല എന്റെ മേലൊന്ന് വരണമേ. അങ്ങനെ ഒരു സ്പർശന പ്രയർ സെന്ററിന്റെ അകത്ത് വെച്ച് പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാ. Come on, come on. Kabara hadariga baba baba baba. Yes, balhatara ya bashamdala ya bakana. Amna നീ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, അന്ന് നീ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, അന്ന് നീ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ പിശാച് ഞടുങ്ങുമായിരുന്നു, പിശാച് ഞെട്ടുമായിരുന്നു. നിന്റെ ഏരിയയിൽ പിശാച് വരത്തില്ലായിരുന്നു. കാര്യം അത്ര വലിയ അഭിഷേകം നീ ക്യാരി ചെയ്യുന്നവനായിരുന്നു. Yes, 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 yes. Righteous Victoria Makan. ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു, ഞാൻ ബഥേലിന്റെ ദൈവമാ. നീ എത്ര ദൂരം പോയാലും ഞാൻ ബഥേലിൽ നിൽക്കുക. നീയും ഞാനുമായി എഗ്രിമെന്റ് സൈൻ ചെയ്ത സ്ഥലത്ത് ഞാൻ നിൽക്കുകയാ. നീയും ഞാനുമായി കൈകോർത്ത സ്ഥലത്ത് ഞാൻ നിൽക്കുകയാ. നീ എത്ര ദൂരം പോയാലും യാക്കോബേ, ഞാൻ ബഥേലിന്റെ ദൈവമാ. Majesty, Rahimadalaga Baba, Rahimadaga Shamdalaya Bakana, Rajas Balkataraya Mashandalaya Bakana, Rajas Milhadar Gima Shantalayaba, Annani Jolipicha Kribavara, Annan in the Naval Kudivana Pravadana, Annanaka Bayamilahirana, Annanaki ego Ilahirana, Annanaka complex workout Agata Kala, Aryan in the Yendavarana, minded Yatagala, Ninaku Valia the Parishutama Vairana. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, എവിടെ കൊണ്ട് വെച്ചു ആ പവർ ഇന്ന് രാവിലെ തിരിച്ചെടുക്കുക. അന്ന് നിന്റെ നാവിൽ കൂടി ഒരു വാക്ക് വന്നാൽ അളന്നു കുറിച്ചാ നീ പറയുന്നേ. നിന്റെ സഹോദരനെ നിസാരാന്ന് പറയാൻ നാവ് പൊങ്ങില്ല. അരുതാത്തൊരു പദം പറഞ്ഞ അപ്പോ തന്നെ അലറി വിളിച്ച് മാപ്പ് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുമായിരുന്നു. അറിയാതൊരു കുറ്റം നാവിൽ വന്ന ഓടി ആ വീട്ടിൽ ചെന്ന് മാപ്പ് പറയും, ഞാൻ അറിയാതെ പറഞ്ഞതാ. കാര്യ നിന്നിൽ പരിശുദ്ധാത്മാവ് വാഴുകയായിരുന്നു. Holy Spirit of God. ഈ സഭയെ അങ്ങനെ ഒരു ലെവലിൽ പരിശുദ്ധാത്മാവ് കാണുകയാണ്. Praise the Lord. Oh Lord, Bakashi Karabakana. Hallelujah. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഞങ്ങളുടെ ചർച്ച് അസാധാരണമായ ദൈവശക്തിയിൽ ഉയർന്നു നിന്നൊരു സമയമാണ്. കൃപാവരങ്ങൾ ശക്തമായി ജ്വലിക്കുന്ന സമയം. സഭയിലെ സഹോദരി സഹോദരന്മാർ പ്രവചിക്കുന്ന അസാധാരണ കൃപയുള്ളവർ, ദൈവശക്തിയാൽ നിറയുന്നവർ. സഭായോഗം തുടങ്ങിയാൽ വൈകുന്നേരം സഭായോഗം തീരുന്നൊരു കാലം, അത് മറക്കാൻ കഴിയുന്ന കാലമല്ല. കുമരകം IPCയുടെ ഗോൾഡൻ ടൈമായിരുന്നു, ഒരു സുവർണ കാലമായിരുന്നു അത്. അസാധാരണ കൃപാവരം ജ്വലിച്ചൊരു സമയം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ബ്രദർ ജോസ് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ട്രാക്റ്റ് കൊടുക്കുന്നത്. ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി ട്രാക്റ്റ് കൊടുക്കും. നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ കയറി ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കും. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പാട്ടുപാടി പ്രസംഗിക്കും. റോഡ് സൈഡിൽ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ മെസ്സേജ് പ്രസംഗിക്കും. കോളേജ് ലൈഫിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം കർത്താവ് തൊട്ടതാണ്. ഞാനിവിടുത്തെ യങ്സ്റ്റേഴ്സിനെ ചലഞ്ച് ചെയ്യുകയാണ്. അടുത്ത തലമുറ നീയാണ്. ഇന്നത്തെ സെഷനിൽ നിൻ്റെ മേലൊരു അസാധാരണ അഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. അതുകൊണ്ട് എല്ലാ യങ്സ്റ്റേഴ്സും വായി തുറന്ന് പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക നിയോഗം ദൈവം എൻ്റെ മേൽ നൽകുന്നുണ്ട്. നിങ്ങളുടെ യൗവനം ഒരൊറ്റ വ്യക്തി പോലും തൊടാൻ അനുവദിക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ പ്രായത്തെ കയറിയൊന്ന് തൊടാൻ പോകുകയാ. ഈ പ്രായത്തിൽ കർത്താവിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുന്ന എത്ര യങ്സ്റ്റേഴ്സ് ഉണ്ട്? അവർ മാത്രം ആ കൈ ഉയർത്തി കർത്താവിനോട് പറഞ്ഞേ, ഹോളി സ്പിരിറ്റ്, എൻ്റെ ഈ പ്രായം ഞാൻ നിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാ. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു. എന്തോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പിണങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാതെ പിരിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്ന വഴി ട്രാക്റ്റ് കൊടുത്തു കേട്ടോ. പിണങ്ങിയാൽ പോലും ട്രാക്റ്റ് കൊടുക്കാം, പിണങ്ങിയാലും അന്യഭാഷ പറയാം. സ്തോത്രം. ഞാൻ തിരിച്ച് വന്നു, വീട്ടിൽ വന്നു. സാറ്റർഡേ ആയി, സൺഡേ ആയി.
സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞു, വാക്യം പറഞ്ഞു. ഇങ്ങനെയാണല്ലോ നമ്മുടെ സഭായോഗത്തിൻ്റെ ഓർഡറുകൾ പോകുന്നത്. പക്ഷേ സംഭവം അന്നത്തെ ഓർഡറെല്ലാം തിരിഞ്ഞു കറങ്ങി. കാര്യം ദൈവശക്തി അന്നത്തെ സഭായോഗത്തിൽ ശക്തമായി ഇറങ്ങിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നങ്ങ് ആരാധിക്കുക. അത് അസാധാരണമായി ആരാധിക്കുക. പാസ്റ്റർ ചാടി എഴുന്നേറ്റ് ശക്തമായ ആരാധന ലീഡ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ ആ സമയത്ത് പാസ്റ്റർ എം. ബേബി എന്ന കർത്തൃദാസനാണ് ആ സമയത്ത് ശുശ്രൂഷിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥന വീരനായിരുന്നു അദ്ദേഹം. ആ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷ അങ്ങോട്ട് ആരാധന കണ്ടിന്യൂ ചെയ്യുന്ന സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാധന ശാന്തമായി. പാസ്റ്റർ പറഞ്ഞ് എല്ലാവരും ഇരുന്നാട്ടെ. എല്ലാവരും ഇരുന്നു. ഒരാൾ മാത്രം ഏറ്റവും പുറകിൽ എഴുന്നേറ്റ് നിൽക്കുക. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അന്യഭാഷ പറയുകയാണ്. അദ്ദേഹം കോട്ടയത്തെ ഒരു പോസ്റ്റ് മാസ്റ്ററാണ്, ഞങ്ങളുടെ ചർച്ചിലെ ബിലിവറാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുര്യൻ എന്നാണ്. അദ്ദേഹം അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ കർത്തൃദാസൻ പറഞ്ഞു, നമ്മുടെ സാറിനോട് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അന്യഭാഷകളെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഫ്രണ്ടിലിരിക്കുന്ന സാം ജോസഫ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഒന്നും അറിയാതെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ കർത്തൃദാസൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുക, ഒരു പ്രവചന ശബ്ദം, നിൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരനോട് പിണങ്ങിയിട്ട് നീ ആലയത്തിൽ വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഞാനവിടെ നിന്ന് അലറി കരയാൻ തുടങ്ങി. ഒരു വരി കൂടി അദ്ദേഹം അനൗൺസ് ചെയ്തു, കർത്താവിൻ്റെ മേശയിൽ നിന്ന് നീ അകന്നിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ പറ, ഇത്രയും പേർ ഒരുമിച്ചൊരു ഹോളിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ ഒരാളെ തൊണ്ടി സഹിതം പിടിച്ച് പൊക്കി ഇങ്ങനെയൊരു ദൂത് പറയുമ്പോഴുള്ള മാനസിക അവസ്ഥ വാവിട്ട് കരയാൻ തുടങ്ങി. അലറി കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഏറ്റവും ഫ്രണ്ട് എന്ന് പറഞ്ഞു. നാളെ രാവിലെ ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വരുന്ന ബസ് കാത്തു നിന്ന് റോഡ് സൈഡിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ കയറുകയുള്ളൂ എന്ന് ഞാൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു. വളരെ അലറി കരഞ്ഞുകൊണ്ട് ഉടനെ ആ ദൈവദാസൻ ആത്മനിറവിൽ പറഞ്ഞു, കർത്തൃമേശയിൽ നിന്ന് അനുഭവിക്കാം, കർത്തൃമേശയിൽ പങ്കെടുക്കാം. നടുങ്ങിപ്പോയി. കൃപാവരം ജ്വലിക്കാൻ തുടങ്ങിയാൽ ഒരു പകർച്ച വെളിപ്പെട്ടിരിക്കും. ഒരു നിമിഷം എന്നോട് ചേർന്ന് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, തലയ്ക്ക് മുകളിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും വായി തുറന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞേ, അപ്പാ, ഒരു ജീവിതം എനിക്കിനി മുമ്പിലുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ എനിക്ക് മുമ്പിലുണ്ടെങ്കിൽ, ഒരു സാധാരണക്കാരൻ്റെ ശുശ്രൂഷ പോലെ എനിക്ക് വേണ്ട കർത്താവേ. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ വേണ്ട കർത്താവേ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ മാത്രം നിറയുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് കര ഉയർത്തിയ ദൈവമക്കളെല്ലാം വായി തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവാത്മാവ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഇതിൻ്റെ അകത്തൊരു സ്പർശനം ഇന്ന് പകൽ നടക്കാൻ പോകുകയാണ്. തടുക്കുന്ന ശക്തികളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് ഇത്രയും മതിയെന്ന് നിർബന്ധം പിടിക്കുന്ന അതിരും വരമ്പും ഞാൻ ഭേദിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തിരുവല്ലയിലൊരു ഉണർവുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് നിന്ന് ആരംഭം കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ അതിന് തടയിടുന്ന മാനുഷിക പിടിപാടുകളെ മുഴുവൻ ആത്മാവിൽ അതിൻ്റെ അടിത്തറ ഇളക്കി ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുന്നു. ദൈവാത്മാവിൽ വരങ്ങൾ ജ്വലിക്കട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആദ്യത്തെ സമയങ്ങൾ നമ്മൾ അധിക സമയം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ശക്തമായി മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയുമായി മറ്റു പലയിടങ്ങളിലേക്ക് ഓടിയെത്തി ആലോചന കൈമാറിയവരാണ് നമ്മൾ. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. കൃപാവരങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഇടയ്ക്ക് മങ്ങിപ്പോയവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ഒന്നുകൂടെ തൊടുവെന്ന ആരംഭത്തിൽ തന്നെ പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്നു, നഷ്ടപ്പെട്ട ദർശനം തിരിച്ചു വരാൻ പോകുകയാ, നഷ്ടപ്പെട്ട വെളിപ്പാട് തിരിച്ചു വരാൻ പോകുകയാ, നഷ്ടപ്പെട്ട സ്വർഗീയ സ്വപ്നങ്ങൾ തിരിച്ചു വരാൻ പോകുകയാ. രാത്രി സ്വപ്നങ്ങളിൽ ദൈവം ഇടപെട്ടത് കൃത്യമായി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ തലമുറയുടെ പ്രവാചകനായി, ഈ തലമുറയുടെ ദർശനക്കാരനായി ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കണ്ണുനീരോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഉടമ്പടി ചെയ്യണം. ഇല്ല കർത്താവേ, ഞാൻ തിരികെ പോകാൻ തയ്യാറല്ല. എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ
കഴിയുന്നതിന് മുമ്പേ. കാര്യം ഞാൻ ആദ്യമൊക്കെ കേട്ട മെസ്സേജുകളൊന്നും ഇങ്ങനെയല്ല. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പ്രസംഗം കേട്ട് വളർന്ന ഒരാളല്ല ഞാൻ. പരിശുദ്ധ അമ്മാവിനെ കുറിച്ച് അങ്ങനെ പഠിപ്പിച്ച് ശീലമുള്ള ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരാളുമല്ല ഞാൻ. പക്ഷേ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം കൊച്ചുനാളിലെ കർത്താവ് തന്നു. 5 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂറൊക്കെ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ബാച്ചലർ ലൈഫ് പുറത്തിറങ്ങാതെ മുറിക്കകത്ത് മാത്രം ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുന്നൊരു കാലം. വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ പല പ്രാവശ്യം പരിശുദ്ധ അമ്മാവ് ചെയ്യുന്നുണ്ടെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു ലീഡർ എനിക്കില്ലായിരുന്നു. ബോധ്യപ്പെടുത്തി തരാൻ പറ്റിയ ആരുമില്ലായിരുന്നു. ഞാൻ പലയിടത്തോടി നടക്കുമായിരുന്നു. ഒരനുഭവം എനിക്കുണ്ടായി. അതുമായി 1-2 പേരുടെ അടുത്ത് എന്നപ്പോൾ പറഞ്ഞു, നോ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനേ അങ്ങ് വിട്ടു. പക്ഷെ പരിശുദ്ധ അമ്മാവനോട് പറഞ്ഞു, അങ്ങനെ അല്ല, ഞാനാ നിന്നെ തൊട്ടെ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. മാനുഷിക ബുദ്ധിയിൽ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്, അതിനും അപ്പുറമാ പരിശുദ്ധാത്മാവ്. ഒരിക്കൽ ഞാൻ 13 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ഇരുന്നു, രാത്രി 8 മണിക്ക് എൻ്റെ പ്രാർത്ഥന തീരുന്നത്. ഒറ്റയ്ക്ക് ഞാനും ബൈബിളും മാത്രം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന. ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. ശരീരം ചൂടാകാൻ തുടങ്ങി. ശരീരം ചൂടായപ്പോൾ ആകപ്പാടൊരു ബുദ്ധിമുട്ട്. നല്ല ആ ചൂടുള്ള സമയം കൂടിയല്ല, ആമേൻ. പക്ഷേ എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ ഞാൻ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി വെള്ളം കോരി ഒഴിച്ച് കുളിച്ച് ദേഹം തണുപ്പിച്ചു. പിന്നെയും വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരം ചൂടാകാൻ തുടങ്ങി. ശരീരം ചൂട് കൂടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെയും പോയി കുളിച്ചു. 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം വന്നു പ്രാർത്ഥിക്കാനിരുന്നു. പിന്നെയും ശരീരം ചൂടാകാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും തോറും ശരീരത്ത് തീ പൊള്ളുന്ന പോലെ തോന്നുകയാണ്. പിന്നെയും പോയി പ്രാർത്ഥിക്കാൻ, അമ്മ കുളിക്കാൻ തുടങ്ങി. ഒരു ദിവസം 5 പ്രാവശ്യം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ കേസ് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ആ കേസ് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് എറണാകുളത്ത് എൻ്റെ ഫസ്റ്റ് ചർച്ചാണ്. 95-ലെ കാര്യം ഞാൻ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ചർച്ചിന് തൊട്ടപ്പുറത്തൊരു ടെമ്പിൾ. ഒറ്റ മതിൽ വ്യത്യാസമേ എൻ്റെ വീടും ഞാൻ താമസിക്കുന്ന വീടും ആ ടെമ്പിളുമായിട്ടുള്ളൂ. ഒറ്റ മതിൽ വ്യത്യാസം. അവിടെ 24 hours വോയിസ് ആണ്. ഇവിടെ ഞാൻ 10-13 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ ചൂട് പിടിച്ചൊരു അന്തരീക്ഷം എന്താണെന്നറിയത്തില്ല. 5 പ്രാവശ്യം പോയി ദേഹം തണുപ്പിച്ചു. എന്താ സംഭവിക്കുന്നറിയില്ല. പിറ്റേ ദിവസം അതിരാവിലെ ഒരു കോളിംഗ് ബെൽ. ആ ബെല്ല് കേട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ ആ ഇരിപ്പിടത്തിൽ നിന്ന് അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വേഷം മാറി എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഞാൻ അപ്പുറത്തെ സ്ഥലത്തു നിന്ന് വന്നതാ, പരിചയപ്പെടാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ബ്രദർ കയറി ഇരുന്നാട്ടെ, അപ്പുറത്തെ ശുശ്രൂഷകനാന്ന് വിചാരിക്കുക. ആമേ കയറി ഇരിക്കണ്ട, നിങ്ങൾ അപ്പുറത്തോട്ട് വാ, അവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ആമേ പരിചയപ്പെടാം. അപ്പം എന്നെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഞാൻ റെഡി ആയിട്ട് വരാം. ഞാൻ 5 മിനിറ്റ് കൊണ്ട് റെഡിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെല്ലുകയാണ്. ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ അവർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ആ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ഞാൻ കയറുകയാണ്. എന്നോട് പറഞ്ഞു, ഷൂ ഊരിയിട്ടിട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ ഷൂ ഊരിയിട്ടു, നേരെ അകത്തോട്ട് കയറി ചെല്ലുക. കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മാറി. അദ്ദേഹം താൻ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന അതേ ഡ്രസ്സ് എടുത്തിട്ടതിന് ശേഷം വന്ന് നിലത്തിരുന്നു. വരയ്ക്കാൻ തുടങ്ങി, പലതും നിരത്താൻ തുടങ്ങി. അദ്ദേഹം വരയ്ക്കുന്നു, ചിലത് നിരത്തുന്നു. പരിചയപ്പെടാൻ വിളിച്ചുകൊണ്ട് പോയ ഞാൻ വളരെ ശാന്തമായി അവിടെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. പിന്നെ ആ വരച്ചതെല്ലാം മായിച്ചു. പിന്നെയും വരച്ചു നിരത്തി. കുറച്ച് കഴിഞ്ഞ് എന്നോട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഇന്ന് വരെ കയറാത്ത ഒരു സ്ഥലത്താണ് ഞാൻ അപ്പോൾ നിൽക്കുന്നതെന്ന് ഓർത്തോണം. ഫ്രോയിസ്തല്ലോ, ഒറ്റയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അതും പിശാചിൻ്റെ സിംഹാസനമുള്ള സ്ഥലത്ത്, പിശാചിൻ്റെ ഇരിപ്പിടമുള്ള സ്ഥലത്ത്. എന്നോട് പറഞ്ഞു, പൊക്കോ. ഞാൻ ചോദിച്ചു, പരിചയപ്പെടണ്ടേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒറിജിനൽ പരിചയപ്പെടൽ ഫ്ലഷിലല്ല, സ്പിരിറ്റിലാണ്. സ്തോത്രം. പേര് ചോദിച്ച് പരിചയപ്പെടുന്നവൻ മനുഷ്യൻ, പേര് ചോദിക്കാതെ പരിചയപ്പെടുന്നവൻ പിശാച്. അവൻ സ്പിരിറ്റിലാ പരിചയപ്പെടുന്നതെങ്കിൽ പ്രയർ സെന്ററിൽ 19-ാം ദിവസം ഇതുപോലെയുള്ള ചില പരിചയപ്പെടലിന് ടൈമായെന്ന് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വെളിപ്പെടുത്തിയാൽ എത്ര ദൈവമക്കൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ താമസിക്കുന്ന വീടിന് അടുത്തുള്ള അന്ധകാര ശക്തിയുടെ ഇരിപ്പിടം കാലിയാകണമെങ്കിൽ നിന്റെ മേലൊരു അഭിഷേകം ചലിക്കണം, നിന്റെ മേലൊരു ആത്മശക്തി വെളിപ്പെടണം.
Come on, come on. Rajas become Thalaya Bakana. യേശുവിന്റെ നാമത്തിൽ സ്പിരിറ്റിൽ ചിലത് പരിചയപ്പെടാൻ പോകുകയാ, ആത്മാവിൽ ചിലത് പരിചയപ്പെടാൻ പോകുകയാ, ആത്മാവിൽ ചിലത് അറിയാൻ പോകുകയാ. ഇവിടെ ആരാധന നടക്കുന്നത് സ്പിരിറ്റിൽ അവൻ അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കമാൻഡ് ചെയ്യുന്ന തിരുവല്ലയിലെ ഗോലിയാത്തിനോടല്ല പ്രയർ സെന്റർ യുദ്ധം ചെയ്യുന്നത്, ഇന്ത്യൻ ഗോലിയാത്തിനോട് ഈ സഭയ്ക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. അവനെ പിടിച്ചു കെട്ടാൻ അധികാരമുള്ളവൻ വായടച്ചിരിക്കരുത്. അവനെ പിടിച്ചു കെട്ടാൻ അതോറിറ്റി ഉള്ളവൻ വായടച്ചിരിക്കരുത്. ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുള്ള ദൈവമക്കളെ കൊണ്ടല്ലാതെ ഇനിയൊരു റിവൈവൽ ഉണ്ടാവുകയില്ല. Yes. Malhara baka shakala barabalaba ratala baralabagashia. പ്രാർത്ഥനയിൽ ഒരിക്കലെങ്കിലും ദുരാത്മാവ് ഇളകിയത് കണ്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ദയവായി നിങ്ങളുടെ അഭിഷേകം കുഴിച്ചു മൂടരുത്. ഒരിക്കലെങ്കിലും പ്രാർത്ഥനയിൽ ദുരാത്മാവ് ഇളകുന്നത് കണ്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആരെയോ ഭയപ്പെട്ട് നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങൾ കുഴിച്ചു മൂടരുത്. നിങ്ങളെ കൊണ്ട് ഈ തലമുറയിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ധാരാബാലംബാരകന ദിൽഗൈഡമന വർദ്ധചാന അംദാരകന ദിൽഗൈഡമന വർദ്ധരജാന ഹടകചകല രഗദാചകന റംധാരാജ ഹടക. നീ ഒരു വീട്ടിലോട്ട് കയറി ചെന്നപ്പോ ആ വീട്ടിൽ ഭൂതം ഇളകിയത് നീ ഓർക്കുന്നുണ്ടോ? ചില വീട്ടിൽ നിന്ന് ചിലതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ആ വ്യക്തിയുടെ ദുരാത്മാവ് ഇളകിയത് നീ കണ്ടില്ലേ? ദൈവാത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു, ദയവ് ചെയ്ത് കുഴിച്ചു മൂടരുത് ആ അഭിഷേകം കുഴിച്ചു മൂടരുത്. നിന്നെ കൊണ്ടാണ് ഇന്ത്യക്ക് പ്രയോജനം. ഈ സെയിം ടൈം ചിലരുടെ ഭാഷ ചേഞ്ച് ആവുകയാ, ചിലരുടെ ഭാഷ ചേഞ്ച് ആവുകയാ, ചിലരുടെ ലാംഗ്വേജ് യുദ്ധഭാഷയായി മാറുകയാ. നിന്റെ അന്യഭാഷയിൽ പിശാച് വിറയ്ക്കാൻ പോകുകയാ. Tongues of warfare. Come on, tongues of warfare. നീ പറയാതിരിക്കരുത് സഹോദരി, സഹോദര, നീ പറയാതിരിക്കരുത്. നിന്റെ നാവിലെ ഭാഷ യുദ്ധഭാഷയാവുകയാ. Yes, Master. Rabbi Lahibala Rabaka. Talka talabraka shaka retele mekaribakani bakas. Yes, Balhora Mashiatahana. ഈ 21 days ഫാസ്റ്റിംഗ് തീരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ചിലത് സംഭവിച്ചിരിക്കുക, കേരളത്തിൽ ചിലത് സംഭവിച്ചിരിക്കുക, ചില അട്ടിമറികൾ നടക്കാൻ പോകുകയാ. ഇതിന്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്. ആ ഭൂതത്തെ പുറത്താക്കാൻ അധികാരമുള്ളവർ എഴുന്നേൽക്കട്ടെ. അനോയിന്റ് ചെയ്യുക, കർത്താവ് അനോയിന്റ് ചെയ്യുക. കുറഞ്ഞു പോയി എന്ന് തോന്നിയ ചിലരെ നിറയ്ക്കാൻ പോകുക, അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പോകുക. ആരും ഫോക്കസ് ചെയ്യണ്ട. റഹിമദജനക ശംബബാബ റട്ടാലി ബഹട്ടാലിയാബ റേ ലൈറ്റൈസസ് ബിഖാനിയ. പിശാചിന്റെ ഇരിപ്പിടങ്ങൾ കാലിയാകാൻ പോകുകയാ. ഇന്ത്യയിൽ പിശാചിന്റെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സുകൾ കാലിയാകാൻ പോകുകയാ. Come on, IPC പ്രയർ സെന്ററിന്റെ അകത്തു നിന്ന് ആത്മാവിന്റെ തീ ഉയരാൻ പോകുകയാ. തെക്ക് നിന്നൊരു തീ ഉയരുമെന്ന് ആണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനം ബാക്കി നിൽക്കുന്നെങ്കിൽ ഒരു തീ ഇതിന്റെ അകത്തുനിന്ന് ഉയരാൻ പോകുകയാ. Majesty, Rahimala Kadani, Rabada Janaga Bashamdalaya Makadariyama, Ramadha Janaga Shamdalaya Bakana.
പിശാചിനെ വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്ത്, പിശാചിനെ വെച്ച് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്ത്, പിശാചിനെ വെച്ച് കര ഉയർത്തി ആരാധിക്കാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കുക. Majesti Rahal Binala Bakana Ratala Bakala Batana Bala. വേറെ ഒന്നും നീ നോക്കണ്ട. നിന്റെ ശരീരത്തെ നീ ചുമക്കുന്ന അഭിഷേക പിശാചിനെ അവൻ ഇനി ഇരുത്തത്തില്ല. ദൈവത്തിന്റെ അഭിഷിക്തനെ നിങ്ങളുടെ മേൽ പകരുന്നൊരു ദൈവശക്തി ഇവിടെ ആഴം. അത് അസാധാരണമാ. മൂടി വെച്ചിട്ടൊരു ശുശ്രൂഷ ചെയ്യരുത്. ഒരു സെഷൻ ഫുൾഫില്ല് ചെയ്യാനുള്ള ശുശ്രൂഷയല്ല ഇത്. ഇതൊരു പ്രസംഗ പരമ്പരയല്ല. ഇതൊരു ഉണർവിലേക്കുള്ള മൂവാണ്. Halima baba bala rataka ratala bala ratala ba rataka bala rabakana ചങ്ങലയിൽ കിടക്കുന്ന ചിലതിനെ വിടുവിക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാ. ആ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്ന കർത്തൃദാസൻ കർത്താവ് പറയുന്നു, ചങ്ങലയിൽ പൂട്ടിയതിനെ പരിശുദ്ധാത്മാവിൽ നീ അഴിച്ചെടുക്കാൻ ദൈവാത്മാവ് നിന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ചങ്ങലക്കകത്ത് കിടക്കുന്നതിനെ അഴിക്കാൻ, മാനസിക രോഗികളെ അവൻ തകർത്ത് പുറത്തെടുക്കാൻ ദൈവം നിന്റെ മേൽ ഒരു നിയോഗം തരികയാ. ദൈവമാവ് ഇങ്ങനെ പറയുന്നു, ആർക്കും വേണ്ടാത്ത ചിലതിനെ, മാനസിക രോഗം കൊണ്ട് കെട്ടിയ ചിലതിനെ നീ അഴിച്ചെടുക്കാൻ പോകുകയാ. നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ചങ്ങല പൊട്ടി തകരുന്ന ഒരു അസാധാരണ ദൈവകൃപ ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. Come on. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവമാവ് ഇടപെടുന്നു. ഇതിന്റെ അകത്തുനിന്ന് ശക്തമേറിയ ശുശ്രൂഷകന്മാർ പുറത്തു വരാൻ പോകുകയാ. ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പ്രയർ സെന്ററിന് നിയോഗമുണ്ട്. Malarahima da jaka sakali നിന്റെ വിളി ചെറുതല്ല, നിന്റെ അഭിഷേകം ചെറുതല്ല, നിന്റെ ദർശനം ചെറുതല്ല. നോ. നിന്റെ ദർശനം വലുതാ, നിന്റെ വിളി വലുതാ. ഇത് ഏൽപ്പിച്ചത് വലിയവനായ ദൈവമാ. വിളി വലുതാണ്, അഭിഷേകം വലുതാ, ദർശനം വലുതാണ്, നിയോഗം വലുതാ, ദർശനം വലുതാണ്, മിഷൻ വലുതാ. നിന്റെ കോളിംഗ് ചെറുതല്ല, അതുകൊണ്ട് നിന്റെ ദർശനം ചെറുതല്ല. നിന്റെ ദർശനം ചെറുതല്ലാത്തതിനാൽ നിന്റെ മിഷനും ചെറുതല്ല. തൊരട്ടെ യൗവനക്കാരെ തൊരട്ടെ. മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുക. ദൈവാത്മാവിൽ അവർ ജ്വലിക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.
Jala Rahimada Janaga, Shahibada Janaga, Radha Kabina Hadiriga Managaba, Ramalta Ratibanaga Shihi, Retali Bahasi Antali, Talki Bahara Mashihil Bahari, Andoni Gabadi Jasmal Hadi, Achelahi Maskalki Bakani. Yes. ഒരിക്കലെങ്കിലും പ്രാർത്ഥനയിൽ ദുരാത്മാവ് ഇളകുന്നത് കണ്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കരുത്. ഈ തലമുറയുടെ ഫൈനൽ റിവൈവൽ, അതിൽ നിങ്ങൾക്കൊരു പാർട്ടുണ്ട്. കാര്യം പിശാച് മൂടി വെച്ചതിനെ അഴിക്കാൻ ദൈവം നിങ്ങൾക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്. നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു മിനിസ്ട്രി ഉള്ളതിനാൽ ഇനി ഈ തലമുറയിൽ നിങ്ങളെയാണ് ദൈവത്തിന് വേണ്ടത്. അതെ പാസ്റ്ററെ, കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു ദുരാത്മാ വിളകിപ്പോയി. പക്ഷെ കുറച്ച് നാളായി എനിക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി വരുന്നില്ല. സത്യം, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഹോളി സ്പിരിറ്റ് പറയുന്നു, ആ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളെ പോയുള്ളൂ, ശുശ്രൂഷ നിങ്ങളിൽ നിന്ന് പോയിട്ടില്ല. ഈ 19-ാം ദിവസം അതിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരാൻ പോകുകയാ. ഒരു വാഹനം യു-ടേൺ എടുത്ത് വരുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളൊന്ന് തിരികെ വരാൻ തയ്യാറുണ്ടെന്ന് പറയാൻ ഈ പകൽ എത്ര പേർ തയ്യാറുണ്ട്? യെസ്, ഞാൻ റെഡിയാണ്, ഞാൻ തിരികെ വരികയാ. ശുശ്രൂഷയുണ്ടായിട്ട് അത് വെളിപ്പെടാതെ വരുമ്പോഴുള്ള വിങ്ങൽ അത് അനുഭവിച്ചവർക്കേ അറിയാവൂ. ശുശ്രൂഷയുണ്ടായിട്ട് അത് വെളിപ്പെടാതെ വരുമ്പോഴുള്ള ഉള്ളത്തിലെ തേങ്ങൽ അത് അറിയുന്ന ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരോട് ഞാൻ പറയുന്നു, നിങ്ങളെ തൊടാതെ പരിശുദ്ധാത്മാവ് പോവുകയില്ല. തൊരട്ടെ. അഭിഷേകമുള്ള ദൈവദാസന്മാർ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന പകലായത്. ദൈവദൂതന്മാർ ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ അഭിഷേകമുള്ള ദൈവദാസന്മാർ ഒരുമിച്ച് കൈവെക്കുന്ന പകലായത്. ഇത് നിയോഗത്തിന്റെ പകല. ഒരാളല്ല ഇവിടെ ശുശ്രൂഷിക്കുന്നത്, ഒരുമിച്ചുള്ള മിനിസ്ട്രി ഇവിടെ വെളിപ്പെടുകയാ. ഒരുമിച്ച് ഒരു യൂണിറ്റി ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാ. Turala Ramba Bala Bamba Bala Bacha Bala Anthala Bamba Bala Bacha Racha Bala Bantha Bacha Bala Artharaba Lamba Bala Bacha Raja. ആഭിചാരങ്ങളെ ക്യാൻസൽ ചെയ്യാൻ, മന്ത്രവാദങ്ങളെ ക്യാൻസൽ ചെയ്യാൻ, ദുരാത്മാക്കളെ പുറത്താക്കാൻ, മന്ത്രവാദ ശക്തിയോട് മാറിപ്പോകാൻ പറയാൻ അധികാരമുള്ള ചിലർ ഇതിൻ്റെ അകത്തുണ്ട്. മന്ത്രവാദം ചെയ്ത് കുഴിച്ചിട്ടത് നിർവീര്യമാക്കി കളയാൻ അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. മന്ത്രവാദം ചെയ്ത് ഉദരത്തെ ബന്ധിച്ചത് ഇന്ന് പകൽ അഴിച്ചുവിടാൻ അധികാരമുള്ള ആത്മാവ് ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഒരു ജയം സംഭവിക്കട്ടെ. ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ലാൻഡിന്റെ, നിന്റെ പ്രോപ്പർട്ടിയുടെ കെട്ടഴിയുകയാ.
നിന്റെ പ്രോപ്പർട്ടിയുടെ കുരു കഴിയുകയാ. ദൈവം വെളിപ്പെടുത്തുന്നു, നിന്റെ ലാൻഡിൽ മന്ത്രം ചെയ്ത് കെട്ടിയത് ഇന്ന് പകൽ നീ തിരിച്ചു ചെല്ലുമ്പോ അത് അഴിഞ്ഞു മാറിയത് നീ കാണാൻ പോകുകയാ. ചിലത് വിൽക്കുവാൻ, ചിലത് വാങ്ങുവാൻ തടസ്സം ചെയ്യുന്ന പൈശാചിക തടസ്സങ്ങളെ ഇപ്പോൾ ഞാൻ അഴിച്ചു കളയുകയാ. നിന്റെ പെൺകുഞ്ഞിനെ കെട്ടിയത്, നിന്റെ ആൺകുഞ്ഞിനെ വഴിതിരിച്ചു വിടാൻ പിശാച് കൊടുത്തു കെട്ടിയത് ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ ക്യാൻസൽ ചെയ്യുകയാ. Come on. Majesty, majesty, majesty. പ്രാർത്ഥിക്കുക. നിന്റെ നന്മ അന്യാധീനമായി പോകാൻ വേണ്ടി പിശാചു വർക്ക് ചെയ്തത് ഇന്ന് പകൽ ദൈവമാവ് തൊടുകയാ. ആ നന്മ അന്യാധീനപ്പെട്ടു പോകത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. Malhar kataki bahal kataraba rajas bilha tarbina kashi rata kalba rashi kalaba. എഴുന്നേറ്റ് ആരാധിക്കാൻ കഴിഞ്ഞില്ല. എഴുന്നേറ്റ് ആരാധിച്ചു. ഒരു വലിയ ശക്തി പകരി എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. ഓരോ ഭാഷ എല്ലാവരും കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ആമേൻ, ആമേൻ. വലിയ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ശക്തി പുരോഹിതമായി ശുശ്രൂഷിപ്പാൻ കഴിയാതെ വന്ന ദൈവത്തിന്റെ ആലയ തേജസ് നിറഞ്ഞതുപോലെ ഇന്ന് ദൈവത്തിന്റെ ആലയ തേജസ് ദൈവം നിറച്ചുകൊണ്ടിരിക്കുക. തുള്ളിച്ചാടി, ആരും കണ്ണു തുറക്കല്ലേ, കണ്ണടിച്ച് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. എല്ലാ പ്രായമുള്ള അപ്പച്ചന്മാരും കൈയടിക്കണം. ക്ഷീണിച്ചിരിക്കല്ലേ. ഒരു ഡബിൾ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധമായ വലിയ പവർ വ്യാപരിക്കുക. നിന്റെ മണ്ഡലം മാറുക, പറക്കുക. പറന്ന് നിൽക്കുന്നൊരു ശുശ്രൂഷ, കാലുകൾ നിലത്ത് തൊടാതൊരു ശുശ്രൂഷ, കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ശുശ്രൂഷ. നിന്റെ വീട് കെട്ട് നീ തന്നെ അഴിക്കും. നിന്നെ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടും, വിറയ്ക്കും. ഭൂതങ്ങൾ വിറയ്ക്കും. ഇന്നിപ്പോ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം? ഇന്ന് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം? ദൈവം ചിലത് ഇന്ന് ചെയ്യാൻ പോകുകയാ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പകരുക.
നിന്റെ പെരയ്ക്കകത്ത് ആത്മാവ് പകരുക. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകരുക. യെസ്, യെസ്. ചില കരിക്കട്ടകൾ കനൽക്കട്ടകളായി മാറുക. തീ ആളിക്കത്തുക. നിന്ന് വരെ ആരാധിക്കാത്ത ആരാധിച്ചുകൊണ്ടിരിക്കുക. ലിമിറ്റ് ചെയ്യല്ലേ, ഇടമല്ല നോക്കല്ല, ആരാ നോക്കരുത്. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. അസാമാന്യമായ ശക്തി, anointed power of the Holy Spirit. നിന്റെ തലമേൽ അഭിഷേക തൈലം താഴോട്ടൊഴുകുക. കാലിലെ നഖം വരെ ഒഴുകിക്കൊണ്ടിരിക്കുക. പുതിയ ഭാഷ, പുതിയ ഭാഷ. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കട്ടെ. യെസ്, നിന്റെ വീടിന്റെ അടിത്തറ ദൈവം ഇളക്കുക. കൊതിതീരെ ആരാധിച്ചു, കൊതിതീരെ ആരാധിച്ചു. എത്ര നാളായി ശത്രുവിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഇന്ന് അഴിച്ചു വിട്ടിരിക്കുക. Yes. Oraba kaladala rabalada rauda balacha sattar kaladala raudi jaladala rambal kaladala roba roba. Iba rabala rauda balacha sattala dala kambala baude jelada rabala rauda balacha sattala dala kambala baude. Jila rabala rauda jala rauda balacha sattala dala kambala baude. Ora bala dala jala dala raba kala. Glory, glory. Ribala bauda balacha sattala dala kambala bauda balacha. Ribala bauda balacha sattala dala kambala bauda balacha. Riba kalada rabala rauda balacha sattala dala kambala bauda. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണേ. കൈയിലടിച്ച് ദൈവത്തെ ആരാധിക്കേ, പാദം ദൈവത്തെ സ്തുതിക്കേ. നീ പോലും ചിന്തിക്കാത്ത അമാനുഷികമായ ശക്തി, സൂപ്പർ പവർ, അനോയിന്റിംഗ് പവർ, ബ്ലെസ്സിംഗ് പവർ.
പോരാ പോരാ, കൊതി തീരെ ദൈവത്തെ ആരാധിക്ക്. വിട്ടുകൊടുക്ക. ടെൻഷൻ പിടിക്കരുത്. ആമേൻ. ഇന്ന് വാക്കാലും നീ പിടിച്ചു വെക്കല്ലേ, ശരീരത്തെ വിട്ടുകൊടുക്ക്. ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർക്ക് ശരീരം വിട്ടുകൊടുക്കുന്ന പോലെ ഇന്ന് പരിശുദ്ധാത്മാവിന് ശരീരം വിട്ടുകൊടുക്ക. യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊടുത്ത് ആരാധിക്കുക. ഒരു വലിയ പവറാ, സൂപ്പർ പവറാ വ്യാപരിക്കുന്നത്. സൂപ്പർ പവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Receive the power of the Holy Spirit. യേശുവിന്റെ ശക്തി നിന്റെ മേൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Shiham Rabasas Vitalia Prakabash Lady Victoria Masaran Chasta Bakana. Oh, Rashti. Jesus. Oh, Russian Talia Prakash. Hey, Naisha City, Prakash City. Oh, Russian Tiniala Bakata. Oh, Hallelujah. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ.
പറഞ്ഞേ ആമേൻ. പ്ലീസ് ബി സീറ്റ്. ഇരിക്കാം ദൈവസന്നിധി. ഞാൻ വായിച്ച ദൈവവചനം 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനൊരു അനുഭവം നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. പിറ്റേ ദിവസം അതിരാവിലെ ആ മനുഷ്യൻ വന്ന് കോൾ ചെയ്തിട്ട് അദ്ദേഹം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് കയ്യിലൊരു ബാഗുമൊക്കെ ആയിട്ട് വന്ന് ഞാൻ ഡോർ തുറന്നു. അദ്ദേഹം ഇങ്ങനെ വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കും. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നമ്മൾ 2 പേരും കൂടി ഇവിടെ വേണ്ട, ഒരാൾ മതി. കമോൺ കമോൺ, നമ്മൾ 2 പേർ ഇവിടെ വേണ്ട, ഒറ്റയാൾ മതി. പിശാച് ഇത് പറയാൻ പോവാ, തിരുവല്ലയിൽ അത് പറയാൻ പോവാ, ഇന്ത്യയിൽ അത് പറയിപ്പിക്കാൻ പോവാ. ദൈവസഭയെ പേടിപ്പിക്കാൻ കരുത്തുള്ളൊരു ശക്തി ഭൂമിയിൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നവരാ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ഒരു ജോലിക്കാരന് നിർബന്ധമായും ജോലി ചെയ്യുവാൻ തൻ്റെ കയ്യിലൊരു ടൂൾ ആവശ്യമുള്ളത് പോലെയാണ് ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രിയിൽ കർത്താവ് 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് ടൂൾസാണ്. വലയെടുത്ത് പടകിൽ കയറി മത്സ്യബന്ധനത്തിന് പോകുന്ന മുക്കുവൻ്റെ ടൂള് തൻ്റെ കയ്യിലെ നെറ്റാണ്, വലയാണ്. ടൂളില്ലാതെ പോയാൽ കണ്ടിട്ടേ വരാൻ പറ്റൂ, പിടിച്ചോണ്ട് വരാൻ പറ്റില്ല. പലരും കണ്ടിട്ട് വരികയാ. ഇന്ന് കണ്ടു വന്നവരെല്ലാം ചെയ്തു വരാൻ പോകുകയാ. അതാ 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന ഒരു സഭയും കൃപാവരങ്ങളെ മാറ്റി നിർത്തി ശുശ്രൂഷിക്കുന്ന സഭയും തമ്മിൽ സഭയിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന സഭയിലെ ശുശ്രൂഷകനും കൃപാവരങ്ങളെ മാറ്റി നിർത്തി ശുശ്രൂഷിക്കുന്ന സഭയിലെ ശുശ്രൂഷകനും തമ്മിൽ ശുശ്രൂഷകന്മാരിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ വിശുദ്ധ സഭായകവും കൃപാവരങ്ങളെ മാറ്റി നിർത്തി ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ വിശുദ്ധ സഭായകവും തമ്മിൽ സഭായോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃപയാൽ പ്രയർ സെൻ്ററിലെ ദൈവസഭ കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന സഭയാണ്. ഞാൻ 10:30 മുമ്പ് ഇവിടെ വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രയർ സെൻ്ററിലെ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഒത്തുപിടിച്ചാൽ ഉണർവ് ഇവിടെ വെളിപ്പെട്ടിരിക്കും. ഐക്യമായി നിന്ന് പോരാടിയാൽ തിരുവല്ലയിൽ സ്വർഗം തുറക്കുവാനിടയായി തീരും. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. അവിടെ 9 വരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിവേചനത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം. ഇങ്ങനെ 9 വരങ്ങൾ. വെളിപ്പാടിൻ്റെ വരങ്ങൾ, ശക്തിയുടെ വരങ്ങൾ, ആശയവിനിമയത്തിൻ്റെ വരങ്ങൾ എന്ന് ത്രിവിധ ടൈറ്റിലുകളിൽ 3 വരങ്ങളെ നമുക്ക് വേർതിരിക്കാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന പല ദൈവമക്കളും വരങ്ങളാൽ നിറയപ്പെട്ട ദൈവമക്കളാണ്. വരങ്ങൾ ജ്വലിക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴി വരങ്ങൾ ജ്വലിപ്പിക്കുന്നവരുടെ കൂടെ നടക്കുക എന്നുള്ളതാണ്. നീ ഒരു പ്രവാചകൻ്റെ കൂടെ നടന്നാൽ നിൻ്റെയും കണ്ണ് തുറക്കും. കാഴ്ചയുടെ മണ്ഡലം. ഇന്ന് രാത്രി ഞാനതിവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കാഴ്ചയുടെ മണ്ഡലം തുറക്കും. നീ ഒരു അപ്പോസ്തലൻ്റെ കൂടെ നടന്നാൽ ഒരു അപ്പൻ്റെ ഹൃദയമുള്ളവനായി നീ മാറും. ഒരു സുവിശേഷകൻ്റെ കൂടെ നടന്നാൽ ആത്മഭാരം കൊണ്ട് ഉള്ളം നിറയപ്പെടും. ഒരു ടീച്ചർ, ഒരു ഉപദേഷ്ടാവിൻ്റെ കൂടെ നടന്നാൽ അടുത്ത തലമുറയെ നിനക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഒരു പണിയില്ലാത്തവരുടെ കൂടെ ഒന്നും നടന്നേ, ഉള്ള പണി പോയി കിട്ടും. കുറ്റം പറയുന്നവരുടെ കൂടെ നടന്നേ, അറിയാതെ നീയും കുറ്റം പറയും. ആരാധിക്കാത്തവരുടെ കൂടെ നടന്നേ, നിനക്ക് മനസ്സിലാകും ആരാധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ മനസ്സിലാക്കി തരും നിന്നെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരുടെ കൂടെ നടക്കുന്നു എന്ന് ചെക്ക് ചെയ്യണം. വരമുള്ളവൻ്റെ കൂടെ നടന്നാൽ നിനക്കും യൂസ് ചെയ്യാം. കേരളക്കരയിൽ ശക്തമായി വരങ്ങൾ ഉപയോഗിച്ചൊരു ദൈവദാസൻ, എൻ്റെ ചെറിയ പ്രായം, ഞാനിങ്ങനെ കൃപാവര ശുശ്രൂഷകന്മാരുടെ പുറകെ വെച്ച് പിടിക്കുന്നൊരു സമയമാണ്. കാരണം ശുശ്രൂഷിക്കണം, ആവേശം ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനെ ദൈവദാസന്മാർ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാനും പോകും. അപ്പോൾ അതിൽ വളരെ ശക്തനായൊരു കർത്തൃദാസൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് 3 ദിവസം മിനിസ്റ്റർ ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് ഞാനും ഇവിടുന്ന് വെച്ച് പിടിച്ചൊരു KSRTC ബസ്സിന് തിരുവനന്തപുരത്തേക്ക് ഒരു കവറിൻ്റെ അകത്ത് 2-3 ജോഡി ഡ്രസ്സുമൊക്കെ ഇട്ട് നേരെ പോയി അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ പോയി ഇരിക്കണം 3 ദിവസം. എന്ന് വെച്ചാൽ എനിക്ക് നിറയണം, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഫ്രീസ്തലോ. നേരെ ഞാനും ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ, അന്ന് കസേരയൊന്നുമല്ല, ഇങ്ങനെ അവിടെ മീറ്റിങ്ങിന് ഇട്ടിരിക്കുന്നത് ഈ ഓലയാണ്. നമ്മൾ വീടൊക്കെ മേയുന്ന, എൻ്റെ വീട് പണ്ട് ഓലപ്പുരയായിരുന്നു, ഓല മേയുന്ന ഇങ്ങനെ താഴെ ഇട്ടിട്ട് ആയിരക്കണക്കിന് പേരായിരിക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക. രോഗിയെ മുമ്പോട്ട് വിളിച്ചാലും ചാടിച്ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. കാരണം എനിക്ക് ആ കൈവപ്പൊന്ന് കിട്ടിയ അസോസിയേഷനിൽ ഭയങ്കര ഇമ്പാർട്ടേഷനാണ്. ഒന്നുകൂടെ പറയാം, അസോസിയേഷനിൽ ഭയങ്കര ഇമ്പാർട്ടേഷനാണ്. പറഞ്ഞേ ആമേ. അപ്പം ഇദ്ദേഹം ഇങ്ങനെ മിനിസ്റ്റർ ചെയ്യുക, ഭയങ്കര ദൈവശക്തി, കൃപാവരങ്ങൾ ജ്വലിക്കുക. ഇദ്ദേഹം എന്നോട് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം. ഞാൻ ചാടിക്കയറി. ഞാൻ വിചാരിച്ച എൻ്റെ തലയിലോട്ട് കൈ അങ്ങോട്ട് വെച്ച് അതങ്ങോട്ട് പകരുമെന്നുള്ള മേഖലയിൽ ഞാൻ ചാടിക്കയറി. പ്രൈസ് കൈയും കൂപ്പി കണ്ണു അടച്ച് നിൽക്കുമ്പോൾ പറഞ്ഞു കണ്ണു തുറക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണു തുറന്നു. എന്താണെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ ഓരോ തൂണിട്ട് നാട്ടിയിരിക്കുക അങ്ങോട്ട്. ഈ തൂണ് നമ്പർ 1 2 3 4 5 5ാമത്തെ തൂണിൻ്റെ താഴെ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കി, ദൂരെ 5 തൂണ് അപ്പുറയാ. ഞാൻ പറഞ്ഞു നോക്കി, ആ സ്ത്രീയുടെ പേര് പരിശുദ്ധമ്മ എനിക്ക് വെളിപ്പെടുത്തുന്നു. ആ ദൈവദാസൻ എന്നോട് പറയുക, ആ സ്ത്രീയുടെ പേര് ദൈവം എന്നോട് വെളിപ്പെടുത്തുന്നു. നീ അവിടെ ചെന്നിട്ട് ആ സ്ത്രീയോട് നിൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ പോവുക, പേര് പറയാം. മനസ്സിലായില്ലല്ലേ? ദൈവം വെളിപ്പെടുത്തിയത് എനിക്കല്ല, അദ്ദേഹത്തിനാ. പക്ഷെ വേറൊരാളും കൂടി ശുശ്രൂഷ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടേ ഒറ്റയ്ക്കെല്ലാം ചെയ്തു തീർക്കാതെ ഡിവൈഡ് ചെയ്യുന്ന ലീഡേഴ്സ് എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, അടുത്ത ജനറേഷൻ എഴുന്നേൽക്കുകയാ. ഞാൻ പോവുക നേരെ 1 2 3 4 5 5ാമത്തെ തൂണിൻ്റെ താഴെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് ഞാൻ പോയി പറയുക, സഹോദരി നിങ്ങളുടെ പേര് ഇന്നതാണെന്ന് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. അതല്ല എൻ്റെ കറക്റ്റ്. പറഞ്ഞേ ആമേ. കമൺ ചേർന്ന് ഹാമേ. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഇതങ്ങോട്ട് പറയുകയും ആ സ്ത്രീയുടെ മേലുള്ള ദുരാത്മാ വിളകാൻ തുടങ്ങി. അപ്പം ഞാൻ പേടിച്ചു പോയി. കാര്യം ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല, ഇദ്ദേഹം ഒട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഇളകുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കൈ ഉയർത്തി ചോദിച്ചു എന്നാ ചെയ്യണം. ഉടനെ പുള്ളി ആക്ട് ചെയ്ത് കൈ വെക്കാൻ പറഞ്ഞു. കൈ അങ്ങോട്ട് വെക്കുക, ദുരാത്മാ വഴിയാൻ തുടങ്ങി. അപ്പം എനിക്കത് സന്തോഷമായി. കാര്യം ദൂത് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിനാ, പക്ഷെ കൈവച്ചത് ഞാനാ. ഞാൻ തിരിച്ച് പറന്നോടി വന്നു പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഇനി നീ കൈവച്ചോ, ദുരാത്മാക്കൾ പുറത്തു പോയിരിക്കുക. അന്നാ ഞാൻ ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്തിന്റെ മിനുസ് ചെയ്യാൻ ആരംഭിച്ചത്. അടുത്ത തലമുറ എഴുന്നേക്കണമെന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ, അടുത്ത തലമുറ എഴുന്നേക്കുമെന്ന് ഇടിച്ചിരുത്തരുത്. അടുത്ത ജനറേഷനെ പൊക്കിയെടുക്കാൻ, അസാധാരണ പകർച്ച പകരാൻ കരുത്തുള്ള ദൈവത്തിന്റെ ജനം ഒരുമിച്ച് സ്തോത്രം ചെയ്യട്ടെ. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിവേചനത്തിൻ്റെ വരം, ഈ 3 കാര്യം വെളിപ്പാടിൻ്റെ വരങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് ആൻഡ് ഡിസൈനിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. ഇത് 3ഉം വെളിപ്പാടിൻ്റെ വരങ്ങളാണ്. റെവലേഷൻ ഗിഫ്റ്റ്, വെളിപ്പാടിൻ്റെ വരങ്ങൾ. ഈ ഫാസ്റ്റിംഗ് പ്രയറിലാണ് സത്യത്തിൽ വരങ്ങളൊക്കെ ജ്വലിക്കേണ്ടത്. വരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതും ഫാസ്റ്റിംഗ് പ്രയറില്ല. പലപ്പോഴും പല ഫാസ്റ്റിംഗ് പ്രയർ ഇവിടെ പിന്നെ ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ മൂവ് ഉള്ളത് കൊണ്ട് ഹോളി സ്പിരിറ്റാണ് ഇവിടുത്തെ അധ്യക്ഷൻ. ഞാൻ പല ഫാസ്റ്റിംഗ് പ്രയറിൽ മിനിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ പലതും പ്രസംഗ പരമ്പരകളാണ്. പ്രസംഗ പരമ്പരകൾക്കല്ല നമ്മുടെ യോഗങ്ങൾ. അടുത്ത തലമുറ എഴുന്നേക്കണം, ചിലരെങ്കിലും ശുശ്രൂഷ പ്രാപിക്കണം. ദൈവസഭ അടുത്ത തലമുറയെ പ്രസവിക്കണം. നിന്നേക്കാൾ ശക്തന്മാരെ നീ പുറത്തിറക്കുമ്പോഴാ നീ ഒരു അഭിഷിക്തനായി മാറുന്നത്. നിന്നേക്കാൾ ശക്തന്മാരെ പുറത്തിറക്കുമ്പോഴാ നീ ഒരു അപ്പനായി അമ്മയായി മാറുന്നത്. ഈ 21 days ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളെക്കാൾ ശക്തിയുള്ളവരെ നീ പ്രസവിക്കാൻ പോകുകയാ. ഓടിച്ച് ഞാൻ പറയാം, എൻ്റെ സമയങ്ങൾ പോകുന്നല്ലോ. വെളിപ്പാടിൻ്റെ വരങ്ങളിൽ 3 ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിസ്ഡം ആൻഡ് നോളജ്. ഇത് രണ്ടും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് പട്ടണത്തെ നേടിയവരെ സഭാപ്രസംഗിയിൽ നമ്മൾ വായിക്കുന്നു. സോളമൻ, ദാനിയേൽ തുടങ്ങിയ സ്തെഫാനോസ് തുടങ്ങിയ ശക്തന്മാർ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവരായിരുന്നു. സ്തെഫാനോസ് പറഞ്ഞ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നു. വിസ്ഡം ചോദിച്ചു മേടിക്കേണ്ട ഒരു കൃപയാണ്. പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ചർച്ചിൽ പറയും, ബിസിനസ്സുകാരാട്ടെ, ജോലിക്കാരാട്ടെ, പഠിക്കുന്ന സ്റ്റുഡൻസ് ആകട്ടെ, ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നവരാകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, വിസ്ഡം ഉണ്ടെങ്കിൽ ചതിക്കുഴിക്കകത്ത് വീഴാതിരിക്കാൻ പറ്റും.
വിസ്ഡത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. ബുദ്ധി നല്ലതാ. ക്ലെവർ എന്നുള്ള പദം പിശാചുമായി ബന്ധമുള്ളതാ. വിസ്ഡം എന്നുള്ള പദം ദൈവവുമായി ബന്ധമുള്ളതാ. ഒന്നുകൂടെ പറയുന്നു, ക്ലെവർ എന്നുള്ള പദം പിശാചുമായി കണക്റ്റഡ് ആണ്, എന്നാൽ വിസ്ഡം എന്നുള്ള പദം ദൈവവുമായി കണക്റ്റഡ് ആണ്. നീ ബുദ്ധിയിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്, സ്പിരിറ്റിൽ കാര്യം ചെയ്യണം. സ്പിരിറ്റിൽ കാര്യം ചെയ്യാൻ വേണ്ടത് ഒരു ഡിവൈൻ വിസ്ഡമാണ്. അതുകൊണ്ട് ഇയ്യോബിൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നു, ഞാൻ വിസ്ഡം ഇല്ലാത്തവനെ പോലെയാ സംസാരിച്ചത്, ഞാൻ വിസ്ഡം ഇല്ലാത്തവനെ പോലെ. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഈ മെസ്സേജിന് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാര്യങ്ങളുടെ പോക്ക് കണ്ടാൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കൈവിട്ടുപോയെന്ന് പറയാം. പക്ഷേ വിസ്ഡം ആക്ടിവേറ്റ് ചെയ്ത് ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. വിസ്ഡം ഉള്ളവൻ പറയും, കൈവിട്ടുപോയെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യ വിട്ടുപോയി, എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യ വിട്ടുപോയിട്ടില്ല. ഇന്ത്യയിൽ ജൂൺ 4 മുമ്പ് ഒരു പകർച്ച വെളിപ്പെടുത്തിയിരിക്കും. നിന്റെ പഠിക്കുന്ന തലമുറയെ നോക്കി ബുദ്ധി കൊണ്ട് സംസാരിക്കാമെങ്കിൽ നിനക്ക് വേദനിപ്പിക്കുന്ന പദങ്ങൾ പറയാം. എന്നാൽ വിസ്ഡത്തോടെ സംസാരിച്ചാൽ നീ പറയും, ഇന്നത്തെ തോൽവി നാളത്തെ ജയമാണ്, ഇന്ന് മാർക്ക് കുറഞ്ഞത് നാളെ കൂടാൻ വേണ്ടിയാണ്, ഇന്ന് ബ്ലോക്കായത് നാളെ തുറക്കാൻ വേണ്ടിയാ. ഒരു രാജ്യമേ അടഞ്ഞിട്ടുള്ളൂ, വേറൊരു രാജ്യം തുറക്കാൻ പോകുകയാണെന്ന് അത് ബുദ്ധിയുള്ളവനല്ല പറയാൻ പറ്റുന്നേ, ജ്ഞാനമുള്ളവനെ പറയാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികളിലെ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകളെല്ലാം വിസ്ഡത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി വെച്ചോ പഠിച്ചതോ പാടിയതോ വർഷങ്ങൾ പറഞ്ഞ പല്ലവികളോ ഇൻട്രഡക്ഷനോ കണ്ടിന്യൂവേഷനോ കൺക്ലൂഷനോ എല്ലാം പഴയ പറഞ്ഞ പല്ലവിയുടെ ആവർത്തനങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ ഒരു വിസ്ഡം വർക്കൗട്ടാകാൻ സാധ്യതയില്ല. വിസ്ഡത്തോടു കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത വചനങ്ങൾ നിങ്ങളുടെ നാവിലേക്ക് കയറി വരും. ഒരല്പം പ്രശ്നം ഉണ്ടായപ്പോൾ പത്രോസും കൂട്ടരും പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പെട്ടെന്നൊരു വചനം അങ്ങോട്ട് കയറി വന്നു എന്ന് ദാവീദ് മുഖാന്തരം അരുളി ചെയ്തവനെ. കയറി വന്ന വചനം കൊണ്ട് ജ്ഞാനത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 4 അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. ചില വിഷയത്തിന് നീ പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തോടു കൂടിയുള്ള പ്രെയർ ആണെങ്കിൽ പ്രാർത്ഥന പോലും നിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. പിന്നെ പ്രാർത്ഥിക്കുന്നത് നീയല്ല, നിൻ്റെ സ്പിരിറ്റാണ് പ്രാർത്ഥിക്കുന്നത്. സ്പിരിറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അടിത്തറയും കൂടി കുലുക്കി നീ ഒരു അഭിഷിക്തനാണെന്ന് തെളിയിക്കാതെ എൻ്റെ ദൈവം ആമേൻ പറയുകയില്ല. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥന ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയാകണം. നോളജ് എന്നുള്ള വരം ഓപ്പറേറ്റ് ചെയ്ത പഴയ നിയമ വിശുദ്ധന്മാർ ശക്തന്മാർ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. വെളിപ്പാടിൻ്റെ വരങ്ങളെ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എന്നാലും ഒരെണ്ണം മാത്രം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ വിവേചനം, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഡിസൈനിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാക്കളുടെ വിവേചനം വളരെ പ്രത്യേകതയുള്ളൊരു വരമാണ്. സകല ദൈവമക്കളും സ്പെഷ്യലി കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ നിർബന്ധമായി പ്രാപിക്കേണ്ട ഒരു വരമാണ് ആത്മാക്കളുടെ വിവേചനം. വ്യക്തികളെ വിവേചിക്കാൻ നമുക്ക് ഈസിയാണ്. വ്യക്തികളെ വിവേചിച്ചാൽ അത് സത്യമാവുകയില്ല. ആത്മാവിനെ വിവേചിച്ചാൽ അതാണ് സത്യം. സ്തോത്രം. വേഷം മാറി വരുന്ന ചിലതിനെ വിവേചിച്ചറിയാൻ ആത്മാവ് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്ന് കർത്തൃവേലയ്ക്ക് വേണ്ടി ഒരു മിഷണറിയായി പുറപ്പെടുന്ന ബർന്നബാസും ശൗലും അന്ത്യോക്യയിൽ നിന്ന് സെലൂക്കിയയിലേക്ക് പോയി, സെലൂക്കിയയിൽ നിന്ന് സൈപ്രസിലേക്ക് പോയി, സൈപ്രസിൽ നിന്ന് സലമീസിലേക്ക് പോയി, സലമീസിൽ നിന്ന് പാഫോസിലേക്ക് പോയി. പാഫോസിൽ ചെന്നപ്പോൾ സെർഗിയോസ് പൗലൂസ് എന്ന് പറയുന്ന ഒരു ദേശാധിപതി പൗലൂസിനെ വിളിച്ചു വരുത്തി വചനം കേൾക്കുകയാണ്. വചനം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയം സെർഗിയോസ് പൗലൂസിൻ്റെ കൂടെ എലിമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിരിപ്പുണ്ട്. അവൻ ദുരാത്മാവിലാണ് അവിടെ ഇരിക്കുന്നത്. പൗലൂസ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പം സമയം കഴിഞ്ഞു സെർഗിയോസ് പൗലൂസ് എന്ന ദേശാധിപതി ഈ വചനം വിശ്വസിക്കുവാൻ സമയമായി. അടുത്ത വചനം, എലിമാസ് അവൻ്റെ വിശ്വാസത്തോട് എതിർത്ത് നിന്ന് അവൻ്റെ വിശ്വാസത്തെ തടുത്തു.
എങ്ങനെയാ തടുത്തതെന്ന് ബൈബിൾ പറയുന്നില്ല, പക്ഷേ പോൾ എങ്ങനെയാ ജയിച്ചതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തടുക്കുന്നവനെ തപ്പി പോകണ്ട, ജയിച്ചവനെ തപ്പി പോയാ മതി. സ്തോത്രം, 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 സ്തോത്രം. ഒരു പ്രവചനം കേൾക്കുമ്പം കെട്ടിയതാരാണെന്ന് അറിയണ്ട, അഴിക്കുന്നവനെ പരിചയപ്പെടുത്തിയാ മതി. ഈ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 19ാം ദിവസം കെട്ടിയവനെ അല്ല ഇവിടെ പറയുന്നേ, അഴിച്ചവനെയായി ഈ പകൽ ഇവിടെ ഉയർത്തുന്നേ. ഈ പകൽ അഴിവിന്റെ പകലാ. സെർഗ്യോസ് പൗലോസ് വചനം കേൾക്കുന്നു, പൗലോസ് വചനം പ്രസംഗിക്കുന്നു, അദ്ദേഹം വിശ്വസിക്കുവാൻ സമയമായി. പക്ഷെ എലീമാസ് വളരെ പെട്ടെന്ന് വിശ്വാസത്തെ തടുത്തു. എങ്ങനെ തടുത്തേ അറിയില്ല, വചനം അത് എങ്ങനെയാണെന്ന് പറയുന്നില്ല. തടുക്കാൻ മാർഗങ്ങൾ ഒത്തിരിയുണ്ട്. അന്നത്തേക്കാൾ കൂടുതൽ മാർഗം ഇന്ന് ധാരാളമാണ്, അധികമാണ്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല എലീമാസ് തടുത്തത്. ഇവിടെയാ ഡിസൈനിങ്സ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം. എങ്ങനെയാ സ്പിരിറ്റിൽ തടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു പോൾ. ജയിച്ചതെങ്ങനാ? 13-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ ശൗൽ എന്താ ചെയ്തത്? അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. എല്ലാവരും ആ വേർഡ് ശ്രദ്ധിച്ചേ. എങ്ങനായി? പരിശുദ്ധാത്മ പൂർണ്ണനായി. എല്ലാവരും ശബ്ദം ഉയർത്തിയ പദമെന്ന് പറഞ്ഞേ. വൺ മോർ ടൈം, ഒരു പ്രാവശ്യം കൂടി കര ഉയർത്തിയ പദമെന്ന് പറയാമോ? എന്താ? പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക്, ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനാകാൻ കാര്യം എലീമാസ് വർക്ക് ചെയ്യുന്നത് ജഡത്തിലല്ല, സ്പിരിറ്റിലാണ്. സ്തോത്രം. എലീമാസ് ബ്ലോക്ക് ചെയ്തത് ഫ്ലഷിലല്ല, സ്പിരിറ്റിലാണ്. സ്പിരിറ്റിനെ ഫ്ലഷ് കൊണ്ട് തൊടാൻ ഒക്കത്തില്ല. സ്പിരിറ്റിനെ നീ ഫ്ലഷ് കൊണ്ട് തല്ലിയാൽ ഏക്കത്തില്ല. സ്പിരിറ്റിനെ ഫ്ലഷ് കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. എലീമാസ് ഈവിൾ സ്പിരിറ്റാണ്. പോള് ഹോളി സ്പിരിറ്റിന്റെ ഫുൾനെസ്സിലേക്ക് മാറി. ഇന്ന് പ്രയർ സെന്റർ സഭയിൽ വന്നിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നിന്റെ ഡെലിവറൻസിന്റെ എൻട്രൻസിൽ നീ വന്നിരിക്കുകയാ. നിന്റെ പഠിച്ച പണി പലതും നോക്കിയാൽ കാര്യം നടക്കത്തില്ല. ഇത് ആത്മലോകമാണ്, ആത്മമണ്ഡലമാണ്. ആത്മലോകത്തെ തൊടാൻ ആത്മാവിനല്ലാതെ ജഡം കൊണ്ട് കഴിയത്തില്ല. ആൽബലം കാണാം, പണബലം കാണാം, പിടിപാട് കാണാം, തിരുവചനത്തിന്റെ മുഴുവൻ ആഴങ്ങളും ഗ്രഹിച്ചിരിക്കുക. പക്ഷെ സ്പിരിറ്റിൽ നീ കേറാതെ ആത്മമണ്ഡലത്തെ തൊടാനൊക്കത്തില്ല. അവൻ തടുത്തത് സ്പിരിറ്റിലാണ്. പോൾ ജയിക്കുന്നത് സ്പിരിറ്റിലാണ്. സ്പിരിറ്റിൽ അത് സെൻസ് ചെയ്യണം, സ്പിരിറ്റിൽ സ്കാൻ ചെയ്യണം. വേഷം മാറി വന്നിരിക്കുന്നത് എന്താണ് നിനക്കറിയില്ല. വേഷം കണ്ടുകൊണ്ട് നീ പറയും, കയ്യടി കണ്ടുകൊണ്ട് നീ പറയും ഓക്കെയാ. പക്ഷെ സ്പിരിറ്റിനെ വിവേചിക്കാൻ തുടങ്ങിയാൽ നിനക്കറിയാം ഇത് ബ്ലോക്ക് ചെയ്യാൻ വന്നതാണ്. ഇവിടുത്തെ ആത്മപകർച്ച കണ്ട്, ഇവിടുത്തെ ആരാധന കണ്ട് വേഷം മാറി എത്തിയ ദുരാത്മാവിനെ ചകഞ്ഞ് കണ്ടുപിടിക്കുവാൻ നിന്റെ മേൽ ദൈവം പകർന്ന വരമാണ് ആത്മാക്കളുടെ വിവേചനം. എൻ്റെ ചർച്ചിൽ പാമ്പാടിയിൽ ഒരു അങ്കിളും ആൻറ്റി ഒരു മകനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മകനാണ്. 9th വരെ നന്നായി പഠിച്ചു. 10th വന്നപ്പോൾ ആൾ ഉഴപ്പാൻ തുടങ്ങി. ഡൗണായി വരിക. പാസ്റ്ററിൻ്റെ തലയൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയത്. ഞാൻ അവരെ 3 പേരെയും പിടിച്ചിരുത്തി. ഞാനും അവരുടെ കൂടെ ഇരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു പേര് ഇടപെട്ടു. ഞാൻ ചോദിച്ചു, മോനെ ഈ പേരാരാണ്? നിൻ്റെ ആരാണ് ഈ വ്യക്തി? ഉടനെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പാസ്റ്ററെ, ഞാനും അവനുമാണ്, ഞങ്ങൾ ചങ്കാണ്, ബെസ്റ്റ് ഫ്രണ്ടാ ഞങ്ങൾ. ഞാൻ പറഞ്ഞു, മോനെ അവൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ല, നിന്നെ ബ്ലോക്ക് ചെയ്തവനാ. നിങ്ങൾക്കറിയോ, ഒട്ടനെ ഇവൻ്റെ മുഖം മാറി, ഇവൻ ചൂടായി ചാടി എഴുന്നേറ്റ് വിരൽ ചൂണ്ടി എന്നോട് പറഞ്ഞു, അവനെക്കുറിച്ച് എന്തെങ്കിലും ഇനി പറഞ്ഞാൽ പാസ്റ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ പോത്തില്ലെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് സ്റ്റുഡൻ്റാന്ന് ഓർത്തോണം. അപ്പോൾ മനസ്സിലായോ, അത് ബെസ്റ്റ് ഫ്രണ്ടല്ല, അതൊരു സ്പിരിറ്റാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ മോനെ നീ ശാന്തമാകുക, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ബന്ധമൊന്നും നീ വിടണ്ട. അപ്പോൾ ഇവൻ ചിരിക്കാൻ തുടങ്ങി. പാസ്റ്റർ ഇനി എന്തും പറഞ്ഞു, ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ പേരൻസിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആർക്കും ഈ ഏറിയായി തൊടാനൊക്കത്തില്ല. തൊടണമെങ്കിൽ അവൻ നേരിട്ട് തൊടണം. ഇത് ജഡത്തിൻ്റെ കെട്ടല്ല, ഈ കെട്ട് വീണത് സ്പിരിറ്റിലാണ്.
ആത്മസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, ലോർഡ് പരിശുദ്ധാത്മാവിനെ തൊടട്ടെ. നിങ്ങൾക്കറിയുമോ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പറയാം, ദൈവശക്തി അവനെ തൊട്ടു. അന്ന് പകൽ അവൻ്റെ കേട്ട അഴിയുകയായിരുന്നു. ഇന്ന് അവൻ എൻജിനീയറിങ്ങും പാസ്സായി ഏറ്റവും ടോപ്പ് ലെവലിൽ അവൻ കോട്ടയത്ത് തല ഉയർത്തി. എനിക്കൊത്തിരി സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എന്തെന്നറിയാമോ, അവൻ്റെ മേൽ വ്യാപരിച്ചത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ സ്പിരിറ്റായിരുന്നെങ്കിൽ എല്ലാ മാതാപിതാക്കന്മാരോട് ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരെ ചതിക്കാൻ കൂടിയിരിക്കുന്നവരാ, അവരെ ബ്ലോക്ക് ചെയ്യാൻ കൂടിയതാ. നമ്മുടെ മക്കൾക്ക് അത് അറിയത്തില്ല. നമ്മുടെ മക്കൾക്ക് ചിരിക്കുന്നവരെ കാണുമ്പോൾ, സ്നേഹമുള്ളവരെ കാണുമ്പോൾ ചങ്കാണെന്നുള്ള ചിന്ത വന്ന് പേരൻസിനേക്കാളും നന്നായി സ്നേഹിക്കുന്നു എന്നൊരു ചിന്ത അവരുടെ കയ്യിലേക്ക് കൂട്ടുകാർ കൊടുക്കും. ഇതൊരു പിശാചിൻ്റെ തന്ത്രമാ. പക്ഷേ ഈ 19-ാം ദിവസം നമ്മളത് പൊളിക്കാൻ പോകുകയാ. എല്ലാ മാതാപിതാക്കന്മാരും അവരുടെ തലമുറയ്ക്ക് വേണ്ടി, അവരുടെ തലമുറയെ വശീകരിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് ഇന്ന് രാവിലെ ജയം ഡിക്ലെയർ ചെയ്തോണം. നിനക്കറിയില്ല, നിന്റെ വീട്ടിൽ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ വിസിറ്റ് ചെയ്യുന്നവന്റെ വേഷം നല്ലതാ, പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ വെളിപ്പെട്ടു വന്ന തന്ത്രം ഏതാന്ന് നിനക്കറിയത്തില്ല. ഇന്ന് പകൽ ലീഗലായിട്ട് വെളിപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അഭിഷേകത്തോടെ ആത്മാവിൽ നീ ആ കൈ എടുത്തു മാറ്റാൻ കൽപ്പിക്കണം. നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാക്കേണ്ടതിനായി ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് വിസിറ്റ് ചെയ്യുന്നൊരു സഹോദരനുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് അധികം വിദൂരതയിലല്ല താമസിക്കുന്നത്, സമീപത്താകയാൽ മിക്കവാറും വന്നു പോകും. വിളിച്ച് ചോദിക്കും വീട്ടിലുണ്ടോ, വരും, കുറച്ചു നേരം സംസാരിക്കും, കോഫി കുടിക്കും, അല്ല ടീ കുടിക്കും, പ്രാർത്ഥിക്കും, പോകും. നല്ല മനുഷ്യനാണ്, നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊരു മനുഷ്യൻ ഭൂമി വേറെ കാണത്തില്ലെന്ന് തോന്നും. കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്നെ വാല്യൂ കൂടുതലാണ്. എത്ര നേരം പ്രാർത്ഥിക്കും, ദൈവവചനം എത്ര ചാപ്റ്റർ വെച്ച് വായിക്കും, എങ്ങനെയാണ് വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല ചോദ്യം. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തോട്ട് ചോദിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ എന്താ വിചാരിക്കണേ? ഇതുപോലൊരു വിശുദ്ധൻ ഭൂമി വേറെ എന്ന് പറഞ്ഞ പോലെ ഞാനും വിശ്വസിച്ചു. പിറ്റേ ആഴ്ചയും വന്നു, ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണേ. 2-3 ആഴ്ച ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അതെ, എൻ്റെ സ്പിരിറ്റിലൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? നല്ല സ്പിരിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, നല്ല സ്പിരിറ്റ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കണേ? ഇല്ലേ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോത്തില്ലേ ഉള്ളൂ? ഇതെന്താ പറയണേ? എപ്പം എഴുന്നേക്കും, എത്ര നേരം വചനം വായിക്കും, എത്ര ചാപ്റ്റർ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യും, ഇതൊക്കെയല്ലേ ചോദിക്കണേ? അപ്പം ഞാൻ ആ സമയത്ത് ഡെയിലി 100+ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എൻ്റെ ആൻസറിൻ്റെ പവർ നിങ്ങളൊന്ന് ഓർത്തേ. ഡെയിലി 100+ ചാപ്റ്റർ ഞാൻ വായിക്കുന്ന ടൈമാണ്. സ്തോത്രം. ഉൽപ്പത്തിക്കുണ്ട് 50, പുറപ്പാടിനുണ്ട് 40. 2 ബുക്ക് വായിച്ച് തീരുമ്പോൾ 90 ചാപ്റ്റർ തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്നോട് എത്ര ചാപ്റ്ററൊക്കെ വായിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ മനുഷ്യനെ എന്താ വിചാരിക്കേണ്ടത്? ഞാൻ ജഡം കണ്ടുകൊണ്ടാണ് നോക്കുന്നത്. എൻ്റെ വൈഫ് സ്പിരിറ്റിലാണ് സ്കാൻ ചെയ്തത്. സ്തോത്രം. ഞാൻ പറഞ്ഞൊരു നല്ല മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയരുത്. പിറ്റേ ആഴ്ച അദ്ദേഹം വിളിച്ച് വരുവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു വന്ന് ഒരുമിച്ച് അല്പസമയം അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ചേക്കാം. അപ്പം അദ്ദേഹം വരുന്നത് വരെ ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരോടും ചേർന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം വന്ന് കയറി പറഞ്ഞാൽ ചോദിക്കുക, ഇത്രയും നാൾ ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്നാ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണേ? അപ്പോൾ ആ സ്പിരിറ്റിന് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ. അദ്ദേഹം പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി. പിന്നെ വാക്കുകളില്ല, പ്രാർത്ഥന നിർത്തിയിട്ട് പറഞ്ഞു, സാം പാസ്റ്റർ പ്രാർത്ഥിക്കും, ഞാൻ പോകാം. ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, പുള്ളി പോയി. പിന്നെ വന്നിട്ടുമില്ല. വർഷം 10-15 കഴിഞ്ഞ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ വ്യക്തിയിൽ ഒരു സ്പിരിറ്റുണ്ട്, സ്പിരിറ്റ് ഓഫ് ജലസി, അസൂയയുടെ ആത്മാവ്. അത് നിങ്ങളുടെ മിനിസ്ട്രിയോടാണെങ്കിലും സഭയോടാണെങ്കിലും തലമുറയോടാണെങ്കിലും ഹയർ സ്റ്റഡീസിനോടാണെങ്കിലും അസൂയയുടെ ആത്മാവുള്ളതിനെ ക്യാൻസൽ ചെയ്യണം. അതൊരു സ്പിരിറ്റാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. കമോൺ. ധാലി ബഹാര ഖതല റബ കാശി ഖതറയ ബഖാന. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഉയർന്ന നന്മയോടുള്ള ജലസ്, നിങ്ങളുടെ ഉയർന്ന മിനിസ്ട്രിയോടുള്ള ജലസ്,
നിങ്ങളുടെ അഭിഷേക ശുശ്രൂഷയോടുള്ള ജലസ്, നിന്റെ സഭാ വളർച്ചയ്ക്കെതിരെയുള്ള ജലസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒരു നല്ല ഭവനം വെച്ചു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടുള്ള ജലസ്, ഫാമിലിയായി സന്തോഷത്തോടെ വാണു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ജലസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ പൊട്ടിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? മറ്റൊരുവന് അസൂയ തോന്നുമാറ് ദൈവം നിന്റെ സഭയെ വളർത്താൻ പോവുകയാ. മറ്റൊരുവൻ അസൂയ തോന്നുമാറ് നിങ്ങളുടെ ശുശ്രൂഷകന്റെ ശുശ്രൂഷ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാ. മറ്റൊരുവൻ അസൂയ തോന്നുമാറ് നിന്റെ മിനിസ്ട്രിയെ ദൈവം വൈഡാക്കാൻ പോകുകയാ. ഇതുപോലെയുള്ള ചില കരങ്ങളുണ്ട്, നമ്മൾ അറിയത്തില്ല ഏത് റൂട്ടിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ടങ്സിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോണം. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് നീങ്ങുന്നവർക്ക് ഒരു ഡെലിവറൻസ് എടുക്കാൻ കഴിയത്തുള്ളൂ. ഞാനിവിടെ ഇന്ന് വന്നിരുന്നപ്പോൾ കർത്തൃദാസന്മാർ ഇവിടെ ലീഡ് ചെയ്യുമ്പോൾ ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ അസാധാരണമായി ചില ദൂത് നൽകിക്കൊണ്ടിരുന്നു. ഞാനത് പറയാതെ പോയാൽ എൻ്റെ ഉള്ളത്തിൽ ആത്മാവിൽ എനിക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൻ 2 കൈ ഉയർത്തി മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ 12 മക്കളെ നിരനിരയായി പിടിച്ചു വെച്ച് ബ്ലസ് ചെയ്യുക. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ അനുഗ്രഹിക്കാൻ കയ്യുമായിട്ട് വന്ന് രൂബേൻ്റെയും ശിമയോൻ്റെയും ലേവിയുടെയും തലയിലോട്ട് കൈവച്ചിട്ട് ഈ 3 എണ്ണത്തോടും പറഞ്ഞ ദൂത് ബ്ലെസ്സിങ് അല്ലായിരുന്നു, കേഴ്സ് ആയിരുന്നു. അപ്പൻ്റെ കയ്യിൽ നിന്ന് നിയമപരമായി വന്നൊരു കെട്ടാണത്, നിയമപരമായി വന്നൊരു തടസ്സമാണ്. രൂബേനെ, ശിമയോനെ, ലേവി 3നോടും പബ്ലിക്കിന്റെ മുമ്പിലാണ് പറഞ്ഞത്. അപ്പൻ്റെ കയ്യിൽ കൂടി വന്ന ശാപം ചുമന്ന് ആ മക്കളിങ്ങനെ തലയും കുമ്പിട്ട് നടക്കുമ്പോൾ അപ്പൻ്റെ കെട്ടഴിക്കാൻ ദൈവം കണ്ടത് മോശ എന്ന അഭിഷിക്തനെയാ. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് 3 എണ്ണത്തെ ശാപിച്ചിട്ട് പോയെങ്കിൽ മോശ നെബോയിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിഷേകത്തോടെ വന്ന് മക്കളെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നു, അപ്പൻ കെട്ടിയതിനെ അഭിഷേകം അഴിക്കാൻ പോകുകയാ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാ. അപ്പൻ കെട്ടിയതിനെ അഭിഷിക്തൻ അഴിക്കാൻ പോകുകയാ. അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്തുള്ളതിനാൽ ഒരുപക്ഷെ നിന്റെ അടുത്തിരിക്കുന്ന ചില വീട്ടുകാരാൽ ബന്ധിക്കപ്പെട്ടവരാകാം, നിയമപരമായി കെട്ടപ്പെട്ടവരാകാം. ആ നിയമപരമായുള്ള കെട്ടിനെ ഇന്ന് പകൽ അഴിക്കാൻ അഭിഷേകമുള്ള മോശ ഇവിടെയുണ്ട്. Majesty, Rahimala Hatari Gaba, Ambala Gabala Hatari Bala Hatari Bigatala Kababa. യെസ് നിന്റെ കുടുംബത്തിലെ ശാപങ്ങളെ ഈ ഫാസ്റ്റിംഗ് പ്രയർ ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. അങ്ങനെ ദൈവാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നിന്റെ കുടുംബത്തിലെ കുടുംബ ശാപങ്ങളെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ യേശു ശാസിക്കുകയാ. ആരും കൈവെക്കണ്ട. ഈ ദൂത് സ്വീകരിച്ച് സ്തോത്രം ചെയ്യാമെങ്കിൽ ചില പാരമ്പര്യ ശാപങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറും. ട്രഡീഷണൽ കേഴ്സസ് ഇന്ന് പകൽ പൊട്ടി മാറും. അങ്ങനെ പറഞ്ഞു നീ സ്തോത്രം ചെയ്തോണ്. അപ്പന്റെ കയ്യിൽ കൂടി വന്നത് അഭിഷിക്തന്റെ നാവിൽ കൂടി വരികയാ. അപ്പന്റെ കയ്യിൽ കൂടി വന്ന കെട്ട് അഭിഷിക്തന്റെ നാവിൽ കൂടി അഴിച്ചു മാറ്റുകയാ. യാക്കോബ് കെട്ടിയത് മോസസ് അഴിച്ചെങ്കിൽ അപ്പന്റെ കെട്ട് അഭിഷിക്തൻ അഴിച്ചെങ്കിൽ അനോയിന്റഡ് ആയിട്ടുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, നീ കൈ വെക്കുമ്പോൾ ഇതുപോലെയുള്ള ചില കുരുക്കുകൾ ദൈവം അഴിച്ചു കളയുകയാണ്. നീ ഗുണം പിടിക്കുകയാലെന്നോ നന്മ അനുഭവിക്കുകയാലെന്നോ നിന്റെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തി നാവ് തുറഞ്ഞ് ആമെ കടിച്ചു പിടിച്ച് പറഞ്ഞു വിട്ട വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ കമാൻ സഭ ഗർജിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സഭ ഗർജിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്ന് ഗർജിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ ഭാവി നടക്കുകയല്ലെന്നോ നിന്റെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുന്നത് കാണാൻ
നീയാണ് എന്ന് നിർബന്ധം പിടിച്ച് പറഞ്ഞ ഏതെങ്കിലും ഒരു നാവുണ്ടെങ്കിൽ വാ തുറന്ന് ഡിക്ലെയർ ചെയ്യുക, യേശുവിന്റെ നാമത്തിൽ. കമാൻ, യേശുവിന്റെ നാമത്തിൽ. കമാൻ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആ നാമം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ വിടുതൽ നടക്കുകയാ. വൈരാഗ്യ ബുദ്ധിയോടെ പക തീർക്കാൻ, വൈരാഗ്യത്തോടെ തൊടുത്തുവിട്ട നാവുകളെ, തൊടുത്തുവിട്ട പദങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റിൽ നിന്ന് വന്നത് സ്പിരിറ്റ് കൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മൾ പറയും പുതിയ നിയമം സ്നേഹമാണ്, പുതിയ നിയമത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, പുതിയ നിയമത്തിൽ അങ്ങനെയാണ്, വളരെ ശാന്തമാണ്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ആത്മപൂർണനായിട്ട് അവനെ വിളിക്കുന്നത് ഹേ സഹോദര എന്നല്ല, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, ദൈവനീതിയുടെ ശത്രുവെ, ഡിസൈനിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാക്കളുടെ വിവേചനം വെളിപ്പെട്ടാൽ അസാധാരണ ഡെലിവറൻസ് നടക്കാൻ പോവാ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമയമായി, 1:30 മണിയായി, സമയം പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ സ്പിരിറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ, ഈ ഗിഫ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. എത്ര പേർ ഈ ഗിഫ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? യെസ്, ഈ ഗിഫ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താലുണ്ടല്ലോ, മുഖതാവിൽ കാണുന്നതിന് നീ ആമേൻ പറയത്തില്ല. ആ സ്പിരിറ്റ് എന്താണെന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഒരു സ്ത്രീ പുറകെ വന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പറഞ്ഞപ്പോൾ, നമ്മളൊരു സ്ഥലത്ത് വേല ചെയ്യാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീ പറയുക, നല്ല ദൈവദാസന്മാരെ വചനം കേട്ടോ എന്നാൽ നാട്ടുകാരി ഒരാൾ പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടായില്ലേ. പക്ഷേ ഇത് സപ്പോർട്ടല്ലെന്ന് പിശാചിനറിയാം, പൗലൂസിനറിയാം. പല നാൾ ചെയ്തു വന്നെന്ന. അപ്പോൾ അതുവരെ പോൾ മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം പൗലൂസ് തിരിഞ്ഞു നോക്കി. ഇന്ന് സഭയോട് കർത്താവ് പറയുക, ചിലരൊന്ന് വെട്ടിത്തിരിയാൻ പോവാ, ചിലരൊന്ന് വെട്ടിത്തിരിയാൻ പോവാ. എങ്ങോട്ടാണെന്നറിയാവോ? പൈശാചിക ഏറിയായുടെ ഇരിപ്പിടത്തിലേക്ക് ചിലരൊന്ന് വെട്ടിത്തിരിയാൻ പോവാ. കമോൺ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വെട്ടിത്തിരിയാൻ പോകയാ. ഞാൻ ഒറീസയിൽ കാലഖണ്ഡി ഡിസ്ട്രിക്റ്റിൽ രാംപൂരിനടുത്ത് നുൻപൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു മിഷൻ ഹൗസ് അവിടെയുണ്ട്. അപ്പോൾ കാടുകൾക്കകത്തുള്ള വേലയാണ്. ഭയങ്കര അന്ധകാര ശക്തിയുടെ ഇരിപ്പിടവാണ്. കറണ്ടോ ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അവിടെ ഇല്ല, മൊബൈലിന് കവറേജ് ഒന്നുമില്ല. അവിടെ താമസിക്കണേ. നല്ല വേലയാണ്, വിശാലമായ വേലയാണ്. 5-6 വർഷം വില കൊടുത്തതിന് ശേഷമാണ് ആത്മാക്കൾ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ വിലയൊന്നും കൊടുക്കണ്ട, ചെന്നാൽ മതി. 100 കണക്കിന് പേരെ ഓടി വരണേ. സ്തോത്രം. ഇപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് കിടക്കുക, പുറത്താണ് സഹോദരന്മാർ കിടക്കുന്നത്. അകത്ത് കിടക്കാനുള്ള സൗകര്യമില്ല, ലേഡീസിനെയൊക്കെ അകത്താക്കി സഹോദരന്മാരെല്ലാം കൂടി പുറത്ത് രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭയങ്കര വോയിസ് കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ആ വോയിസ് ഇതാ, പൗലൂസ് തിരിഞ്ഞു നോക്കി. ഇതാ വോയിസ്. 16-ാം അധ്യായത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ സംഭവം, പൗലൂസ് തിരിഞ്ഞു നോക്കി. ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പോസ്തലപ്രവൃത്തി 16 കുറച്ചു നേരം കൂടി വായിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് പിറ്റേ ദിവസം രാത്രി യോഗം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദുരാത്മാവിൻ്റെ ഏറിയ സ്കാൻ ചെയ്യാൻ നീ തുടങ്ങിയാൽ ആ സ്ഥലം ഒരു സ്ട്രാറ്റജിക് ഏറിയ ആയിരിക്കും. പിശാചിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് തിരിച്ചറിയണം. അവൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യയിൽ വിവേചനപരമുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കണം. ഞാൻ അവിടെ പോയി വേല ആരംഭിച്ചപ്പോൾ നമ്മുടെ കുറച്ച് ദൈവദാസന്മാർ ചോദിച്ചു, അതിൻ്റെ ആവശ്യമുണ്ടോ? കാര്യം കുറച്ചുകൂടെ നല്ല സ്ഥലം, പോയി വണ്ടിക്ക് ഇറങ്ങിയാൽ ചെന്ന് പറ്റുന്ന സ്ഥലം, റെയിൽവേ സ്റ്റേഷൻ അടുത്ത സ്ഥലം, ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഈസിയാണ്. ശരി, എനിക്കും അറിയാം ഈസിയാണ്. പക്ഷേ ഈസിയായ സ്ഥലമല്ലായിരുന്നു പിശാചിൻ്റെ സ്ട്രാറ്റജിയിലുണ്ടായിരുന്നത്. പിശാചിൻ്റെ സ്ട്രാറ്റജിയിലുണ്ടായിരുന്ന 2000-ലധികം ഗ്രാമങ്ങളെ ഒതുക്കി വെച്ച പിശാചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് പോയൊരു മിഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 100 കണക്കിന് പേർ ആ ഗ്രാമങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കാമെങ്കിൽ അന്ധകാരത്തിൻ്റെ അടിത്തറ ഇളകും. എത്ര പേർ തയ്യാറുണ്ട്?
ഇന്ന് അങ്ങനൊരു വരം എൻ്റെ മേൽ ആക്ടിവേറ്റ് ചെയ്യണമേ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഒരുമിച്ച് നമ്മൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും. അധിക സമയമില്ല, അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവദാസന്മാർ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. ആ കണ്ണുകളെ കർത്തൃ സന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. ലക്ഷ്മി കൗശിയാൻ ടലിയ പ്രകമാഷ് ഹോറിയം സിയാൻ ടലിയ മഖോഷ് ഹെൽബിനിയ ബാബാ 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 ഷിയാൻ ടോറിയം മസറൻ ചസ്റ്റിബി ഹേലിയം ടോറിയം മസിയാൻ ടിയല ബാബാ ബാബാ. യെസ് ലോർഡ്, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ഹോളിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഒന്ന് കൈ ഉയർത്തി പിടിച്ചാട്ടെ. എല്ലാ ചെറുപ്പക്കാരും, യങ്സ്റ്റേഴ്സ് എല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, ചെറുപ്പക്കാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളുടെ മേലൊരു വലിയ നിയോഗത്തിൻ്റെ പുതപ്പ് വന്ന് വീഴാൻ പോവാന്ന് കർത്താവ് പറയുന്നു. ഒരു വലിയ നിയോഗത്തിൻ്റെ പുതപ്പ് വന്ന് വീഴാൻ പോവുക. അറബി അംദൽ ഖമനി ഉയർത്തിപ്പിടിക്കും, ഉയർത്തിപ്പിടിക്കും. എല്ലാ ചെറുപ്പക്കാരും ആ കൈ അങ്ങ് ഉയർത്തിപ്പിടിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ്, ആത്മപകർച്ചയുടെ പുതപ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇടാൻ ആഗ്രഹിക്കുകയാണ്. ആ യങ്സ്റ്റേഴ്സ് എല്ലാം ഒന്ന് മുമ്പിലേക്ക് ഒന്ന് ഓടി വരാമോ? ചെറുപ്പക്കാരെല്ലാം മുമ്പിലേക്ക്. നിങ്ങൾ വരികയാണ്, മെല്ലെ വരരുത്. നിങ്ങൾ വരികയാണ്, ഫാസ്റ്റായിട്ട് വരണം, ഫാസ്റ്റായിട്ട് വരണം. നിങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ടാണ്, യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടാണ്. നിങ്ങൾ വരികയാണ്, മെല്ലെ വരരുത്. നിങ്ങൾ വരികയാണ്, ഫാസ്റ്റായിട്ട് വരണം. റഹിമത ജനക ഷൈൻ ടി ബി റോദ ബാബാ ബാബ. എല്ലാ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും എല്ലാം ഫ്രണ്ടിലേക്ക് വന്ന് നിരനിരയായിട്ട് ദൈവസന്നിധിയിൽ നിന്നാട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുക. റഹീമ സിയാൻ ടാനി ലേതികാ റഹീമ ഷിയാൻ ടാലി ജീസസ് ലമഹാദർഗി മസിയാൻ ടോലിയ. മാക്സിമം മുമ്പിലേക്ക് കയറി നിൽക്കുക, മാക്സിമം മുമ്പിലേക്ക് കയറി നിൽക്കുക, മാക്സിമം മുമ്പിലേക്ക് കയറി നിൽക്കുക, മാക്സിമം മുമ്പിലേക്ക്. റഹീമ ഷിൽഹമി തഖറാബി ഖലാ ഷിയാൻ ടാലി. നിങ്ങൾ എത്ര പേര് അഭിഷേകം പ്രാപിച്ചില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ നിൽക്കുന്ന നിങ്ങൾ വായി തുറന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ അന്യഭാഷകളിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വലിയ നിയോഗത്തോടെ വെളിപ്പെടുന്ന സമയമാണ്. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കൈയുയർത്തിക്കുക. പുറകിൽ സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കന്മാർ, ഇതുവരെ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല പാസ്റ്ററെ, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ് തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടിച്ച്. ഞാൻ ഇതുവരെ അന്യഭാഷയാൽ നിറഞ്ഞിട്ടില്ല പാസ്റ്റർ. ധൈര്യത്തോടെ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ഇവരുടെ പുറകിൽ വന്ന് നിൽക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാനുള്ള സമയം. ഇവരുടെ പുറകിലേക്ക് വന്ന് നിൽക്കും. ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. റിൻറ്റോ റിൻറ്റോ ലെക്ടി മിഖാഷി റേ ദിലാമിന സിഹരിബിക ബാബ ബാബ ഷ്യാൻഡലയ ബാബ. അഭിഷേകം പ്രാപിക്കാനുള്ളവർ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാനിടയാകണം. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം പാനം ചെയ്യാനുണ്ടെങ്കിൽ വായി തുറക്കാതെ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല എങ്കിൽ, പരിശുദ്ധ അമ്മാവിനെ പാനം ചെയ്യണമെങ്കിൽ നിർബന്ധമായും വായി തുറക്കണം, വായി തുറക്കണം. അന്യഭാഷ പ്രാപിച്ചവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊരു പുതിയ ഭാഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ന്യൂ ലാംഗ്വേജസ്. നിങ്ങളുടെ ഭാഷ ചേഞ്ച് ആയാൽ നിങ്ങളുടെ മിനിസ്ട്രി ചേഞ്ച് ആകും. നിങ്ങളുടെ ഭാഷ ചേഞ്ച് ആയാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകും. നിങ്ങളുടെ ഭാഷ ചേഞ്ച് ആയാൽ നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ ലെവല് ചേഞ്ച് ആകും. കമോൺ, നിങ്ങളുടെ ഭാഷ ചേഞ്ച് ആയാൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. നിങ്ങളുടെ ഭാഷ ചേഞ്ച് ആയാൽ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ മാറുവാനിടയായി തീരും. അതുകൊണ്ട് പുതിയ ഭാഷ പ്രാപിക്കാൻ കർത്താവേ, ആത്മാവേ എൻ്റെ നാവിനെ തൊടണേ എന്ന് എത്ര പേർ ദൈവത്തോട് പറയും? യെസ് ലോർഡ്. പുതിയ ലാംഗ്വേജ്, ന്യൂ ലാംഗ്വേജ്. ഒരു കാലത്ത് കൃപാവരങ്ങൾ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ എന്നോട് ചേർന്നൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. കൃപാവര ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുണ്ട് പാസ്റ്ററെ. കൃപാവരങ്ങൾ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, പ്രവചനമോ രോഗശാന്തിയോ ഭൂതങ്ങളുടെ മേലുള്ള അധികാരമോ ധൈര്യത്തോടെ അങ്ങനെയൊക്കെ പറയണേ തന്നെ ധൈര്യം ഉണ്ടാകണം അല്ലേ? ധൈര്യം ഉണ്ടാകണം, ധൈര്യം ഉണ്ടാകണം. ഒരു കാലത്ത് അത് ജ്വലിച്ചവരാ. കൈ ഉയർത്തിപ്പിടിക്കുക ധൈര്യത്തോടെ. കമാൺ. ഒരു കാലത്ത് അത് ജ്വലിപ്പിച്ചവർ. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ അത് ജ്വലിക്കുന്നില്ലായിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളെ തൊടും.
വന്നാട്ടെ, അവരും കൂടി മുമ്പിലേക്ക് വന്നാട്ടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധൈര്യത്തോടെ വന്ന് ഇത് ജ്വലിക്കാൻ പോവുക. ഒരാളുടെ കൃപാവര ശുശ്രൂഷയിലേക്ക് കയറി വന്നാൽ ഉണ്ടല്ലോ, നിങ്ങളെന്താ വിചാരിച്ചേ? പിശാചിൻ്റെ കോട്ട വിണ്ട് കീറും. പിശാചിൻ്റെ കോട്ട വിണ്ട് കീറും. അവൻ്റെ അടിത്തറ ഇളകി മാറും. ഒരുപക്ഷെ 10 വർഷം മുമ്പായിരിക്കാം, അല്ലെ 15 വർഷം മുമ്പായിരിക്കാം, ഇല്ലേ 20 വർഷം മുമ്പായിരിക്കാം. അത് ദൈവം നിങ്ങളുടെ മേൽ തന്നത്. ഇത് ഗിഫ്റ്റാട്ടോ. ഒരിക്കലും തന്നവൻ തിരിച്ചെടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് അത് പോയിട്ടില്ല, നിങ്ങളാണ് അതിൽ നിന്ന് പോയത്. നിങ്ങൾ അതിൽ നിന്ന് പോയിട്ടില്ല. ഇല്ല, നിങ്ങൾ അതിൽ നിന്ന് പോയി. പക്ഷേ ഇന്ന് ഈ 19-ാം ദിവസം, ഈ 1:30 മണി കഴിഞ്ഞ സമയം നിങ്ങൾ തിരിച്ചു വരാൻ പോവാ. Balhara Sakhalaba തൊടാൻ പോവാ. ഒന്നുകൂടെ കർത്താവ് തൊടാൻ പോവാ. ഒരിക്കൽ കൂടി ആ പുതപ്പെടുത്ത് ഇടാൻ പോവാ. ആ പ്രവചന വരത്തിന്റെ പുതപ്പ്, ആ രോഗശാന്തി വരത്തിന്റെ പുതപ്പ്, ആ ദർശനത്തിന്റെ പുതപ്പ്, കമാൻ, ആ വെളിപ്പാടിന്റെ പുതപ്പ്. ഓ സെഹേമാന റഹിമദന. എന്നെ ഒന്ന് നോക്കിയാട്ടെ. ഞാനൊരു രാജ്യത്ത് മിനിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് ലോകപ്രസിദ്ധനായ ഒരു ദൈവമനുഷ്യൻ, അദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനോ കിട്ടുവോ സംസാരിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അതേ രാജ്യത്ത് അദ്ദേഹം, ഞങ്ങൾ തമ്മിലൊന്ന് ഏറ്റുമുട്ടി, കണ്ടുമുട്ടി 5 മിനിറ്റ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ദൈവദാസനാണെന്ന് ഞാൻ അറിഞ്ഞു, എന്നോടൊരു പ്രോഫസി ഉണ്ടെങ്കിൽ പറയണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രോഫസി ഇല്ല. അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാനിവിടെ എത്തും, നമ്മൾ തമ്മിൽ കാണും, മോർണിംഗ് 8 o'clock. ദൈവം പറയുന്നത് എന്നോട് പങ്കുവെക്കണം. നിങ്ങൾക്കറിയുമോ, ഒരു രാത്രി മൊത്തം ഉറക്കം മാറ്റി വെച്ച് മുഴങ്കാലിരിക്കുക, പ്രാർത്ഥിക്കുക. രാത്രി മുതൽ രാവിലെ 5 മണി വരെ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരക്ഷരം പോലും കർത്താവ് സംസാരിക്കുന്നില്ല പറയാൻ. ഉള്ളത്തിൽ വിഷമമായി. ഇത്രയും വലിയൊരു ദൈവമനുഷ്യനെ 8 മണിയാകുമ്പോൾ എത്താൻ പോവാ. 5 മണി വരെ പ്രാർത്ഥിച്ചു, ഒന്നും സംസാരിക്കാതെ വന്നപ്പോൾ 5 മണിക്ക് കിടന്നു. 1 hour അലാറം വെച്ചെന്ന് കിടന്നു. 1 മണിക്കൂറെങ്കിലും കിടക്കാം, 8 o'clock സന്ധിക്കണം. മനസ്സ് വിഷമിച്ചു. ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി ദർശനത്തിൽ എന്ന പോലെ സ്വർഗം സാന്നിധ്യം കൊണ്ടിറങ്ങി. ഒരു പുരുഷൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയുന്ന 8 കാര്യം എഴുതാൻ പറഞ്ഞു. ഉറക്കത്തിലിരുന്ന് എഴുതുന്ന എന്നെയൊന്ന് നിങ്ങൾ കണ്ടേ. ഉറക്കത്തിലിരുന്ന് 8 കാര്യം എഴുതുക. എഴുതി കഴിഞ്ഞപ്പോൾ ബോധ്യമായി. ഈ മനുഷ്യൻ പോകാൻ നേരത്ത് പറഞ്ഞു, 8 മണിക്ക് ഇതൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. 8 മണിയാകുമ്പോൾ ഇത് പറഞ്ഞേക്കാൻ പറഞ്ഞു. പറഞ്ഞേ ആമേ. ഞാൻ ബോധത്തിലേക്ക് വന്ന് 8 കാര്യം ഞാൻ വായിച്ചു. അത് എനിക്കേ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അദ്ദേഹത്തിന് വായിക്കേണ്ടതിനായി ഞാനത് വേറെ എഴുതി. 8 മണിയാകാൻ ഞാൻ വെയിറ്റ് ചെയ്യുക. അതേപോലെ ഒരു രാത്രിയായിരുന്നു ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ. ഞാൻ ഒരുപോലെ കണ്ണുറങ്ങിയിട്ടല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇന്നലെ രാത്രി ഒരു യുദ്ധക്കളമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്. ഞാനത് അനുഭവിച്ചിട്ട് രാവിലെ 10:30 മുമ്പിൽ ഇവിടെ ഓടിയെത്തിയത്. ഇന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക, ഒരു പകർച്ച
നിന്നെ തൊടാതെ കർത്താവ് ഇവിടുന്ന് പോത്തില്ല. ഈ സഭയോട് ദൈവം പറയുന്നു, ഗ്രൂപ്പായിട്ട് സ്നാനം നടക്കാൻ പോകുകയാ. ഗ്രൂപ്പായിട്ട് സ്നാനം നടക്കാൻ പോകുകയാ. 2 or 10 പേരുടെ ബാപ്റ്റിസമല്ല, ഗ്രൂപ്പായിട്ട് ജനം ബാപ്റ്റിസത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. സഹോദരങ്ങളെ, രാവിലെ 8 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ 5 മിനിറ്റ് കൂടിക്കാഴ്ച. പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, സാർ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കാതെ ഞാൻ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെക്കോർഡ് ചെയ്യാം. ഞാൻ എഴുതി വെച്ചത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ്ടേ ഞാനങ്ങ് വായിക്കാം. 8 കാര്യം വായിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുക, 8 കാര്യത്തിൻ്റെ അകത്ത് 5 പേരുണ്ട്. നിങ്ങൾക്ക് ഈ 5 പേരും അറിയില്ല, എനിക്കറിയാം. ഞാൻ ചോദിച്ചു, ആരാണ്? പുള്ളി കരയാൻ തുടങ്ങി. ആ പേരിൻ്റെ ആൾ ഇന്നതാണെന്നറിഞ്ഞ പാസ്റ്ററെ ഞാനടക്കം വിറച്ചു പോകും. പക്ഷേ പാസ്റ്റർ 7ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ ക്യാൻസൽ ചെയ്ത രാജ്യത്തു നിന്ന് കളയുമെന്ന. അദ്ദേഹം പറഞ്ഞു, 10,000 ആരാധിക്കുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ അടിത്തറ തോണ്ടാൻ കൈ ചലിപ്പിച്ചവനാ പാസ്റ്റർ പറഞ്ഞ ആ പേരുള്ളൊരുത്തൻ. പക്ഷേ അതിൻ്റെ 7ാമത് അവനെ ക്യാൻസൽ ചെയ്യുമെങ്കിൽ മതി പാസ്റ്ററെ, സഭ ദൈവത്തിൻ്റെയാ. ഞാൻ നിങ്ങളോട് പറയുന്നു, അതേ സ്വർഗം പ്രയർ സെന്ററിന് മുകളിൽ തുറന്നിട്ടുണ്ട്. പ്രയർ സെന്ററിന് മുകളിൽ തുറന്നിട്ടുണ്ട്. യൗവനക്കാരെ, വായി തുറന്ന് ആർപ്പിടാമോ? വായി തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ?